ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച ദിവസം നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. ഹോളിസ്റ്റിക് ഹെൽത്തില് കുട്ടികളുടെ ആരോഗ്യം ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പുതിയ ജനറേഷന്റെ തലത്തിൽ കാണുന്ന പലതരം പ്രശ്നങ്ങളിൽ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് ഓട്ടിസത്തെ കാണാൻ സാധിക്കും. ഇത് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത്. മറ്റൊരു ചിന്താഗതിയിലൂടെ കുട്ടികൾ വളരുന്നു എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, അനുകരിക്കാൻ പറ്റാത്ത വിധത്തിൽ കുട്ടികൾ കുട്ടികളുടേതായ ലോകത്തേക്ക് മാറിപ്പോകുന്നു. എന്താണ് ഓട്ടിസം എന്നും എങ്ങനെയാണത് ഉണ്ടാകുന്നതെന്നും എങ്ങനെയൊക്കെ അത് പരിഹരിക്കാൻ സാധിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ഡേറ്റ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1990 കാലഘട്ടങ്ങളിൽ ഓട്ടിസം എന്ന് പറഞ്ഞ വാക്കേ ഇല്ല. ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എന്നൊക്കെ പറയാം, കുട്ടികളുടെ വളർന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ കേൾക്കാം. 1000-1 അല്ലെങ്കിൽ 500-1 എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേ അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ പേരിലൊന്നും അറിയപ്പെടുന്നുമില്ല. ADHD, SLD, ഓട്ടിസം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ചൈൽഡ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്നുള്ള ഒരു തലത്തിലാണ്. എന്നാലും നമ്മുടെ കോവിഡിന് ശേഷം അതിനുശേഷമുള്ള ഡേറ്റ നമ്മൾ കണക്ക് പരിശോധിച്ചാൽ 65-1 കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശരാശരി എന്ന് വെച്ചാൽ 100-1 അല്ലെങ്കിൽ 100 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഈ പറയുന്ന ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ അത് 65-1 എന്നുള്ള രീതിയിലെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പഠനങ്ങളിൽ 24 പേരിൽ ഒരാൾ എന്ന നിലയിൽ അത് ഉയർന്നിട്ടുണ്ട് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇതിനകത്ത് ഒരു കാര്യം വളരെ കൃത്യമാണ്. ഏർലി ഡിറ്റക്ഷൻ ഈസ് ഏർലി ക്യൂർ. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഏർലി ഡിറ്റക്ഷന് സാധ്യതയുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അത് ക്യൂർ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ അതിനെ തിരിച്ചറിയാൻ പറ്റും? ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ഡിസോർഡർ എന്ന നിലയിൽ ഇതിനെ കാണുമ്പോൾ ഏർലി ഡിറ്റക്ഷൻ ഈസ് ഏർലി ക്യൂർ. എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാൽ അത്രയും പെട്ടെന്ന് ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഡെവലപ്മെന്റൽ ഇഷ്യൂ ആയിട്ട് തന്നെ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ച് പറയുമ്പം നമ്മളിങ്ങനെയാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ, കുട്ടികളായിരിക്കുന്ന സമയത്ത് ബ്രെയിനിൻ്റെ മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 4 years. അമ്മയുടെ ഉദരത്തിലുള്ള ഒരു വർഷം, പിന്നെ ഒരു 3 വർഷം പ്ലസ് 1 year. അപ്പം അങ്ങനെ കുട്ടി ഉണ്ടായതിന് ശേഷം 4 വർഷമാണ് നമ്മുടെ ന്യൂറോ മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത്. ഈ കാലത്തിനുള്ളിൽ ബ്രെയിനിൻ്റെ ഏകദേശം വളർച്ച, അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം പിന്നെ ഗ്രോത്ത് ഒരു 25 വയസ്സ് വരെ അതിങ്ങനെ ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പം ഈ സമയത്ത് ഇതുപോലുള്ള ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റിയാൽ ഇതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല. ഇത് കൃത്യമായിട്ട് അത് പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഇത് കണ്ടെത്തുന്നത് കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ 3.5-4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയുന്നത്. അതിനറിയാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇത് നമുക്കറിയാവുന്ന ന്യൂക്ലിയർ ഫാമിലിയാണ്, ഫ്ലാറ്റ് ലൈഫുകളാണ്, എല്ലാവരും അമ്മയും അച്ഛനൊക്കെ ജോലിക്കാരാണ്, ഗ്രാൻഡ് പാരൻസ് ഒന്നും കൂടെയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലമുറയുടെ അപര്യാപ്തതയ്ക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകളിലും കുട്ടി ഏതൊക്കെ രീതിയിൽ
എക്സ്പ്രസീവ് ആകണം, ഏതൊക്കെ രീതിയിൽ റിയാക്റ്റീവ് ആകണം എന്ന്, അതിൻ്റെ റിസപ്ഷനും എക്സ്പ്രഷനും എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു സമയത്ത്, പണ്ട് മുത്തച്ഛന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്ന വീടുകളിലാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ മാസത്തിലും കുട്ടികൾ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യണം, എപ്പോഴാണ് കഴുത്തുറക്കേണ്ടത്, എപ്പോഴാണ് ഇരിക്കാൻ പഠിക്കുന്നത്, എപ്പോഴാണ് മുട്ടയിൽ നീന്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. ആ പ്രായം നോക്കി അവർ, അത് തന്നെയല്ല, വീടുകളിൽ കൃത്യമായിട്ട് സംസാരിക്കാൻ ആളുണ്ട്, കുട്ടികളോട് സംസാരിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്നത്തെ അങ്ങനെയല്ല. ഇന്നത്തെ രീതി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഇന്നത്തെ നമ്മളെല്ലാവരും ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സ്ക്രീൻ അഡിക്ഷൻ്റെ ഒരു തലത്തിലായിപ്പോയി പുതിയ ജനറേഷൻ. പ്രായമായ നമ്മൾ പോലും അങ്ങനെയാണ്. അപ്പോൾ കുട്ടികളെ കുറിച്ച് പറയേണ്ട കാര്യം. അപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ്റെ ഈ സാഹചര്യത്തിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ലൈഫിൽ പലപ്പോഴും കുട്ടികളെ അതിൻ്റെതായ രീതിയിൽ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ പുതിയ ജനറേഷന് പറ്റുന്നില്ല. ഒരു അച്ഛനും അമ്മയും തീരുമാനിച്ചുറച്ചിട്ടാണ് ഒരു കുട്ടി ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. അവരുടെ മാത്രം തീരുമാനമാണ്. ഒരുപക്ഷെ പിന്നെ അവർ മാറ്റി പറഞ്ഞെന്നൊക്കെ ഇരിക്കാം, എങ്കിലും അവരറിയാതെയല്ല, അറിഞ്ഞു തന്നെയാണ് ഒരു ജനനം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പൂർണ്ണ ഒരുക്കത്തോടെ അല്ലാതെ ഒരു കുട്ടി ഈ ലോകത്ത് ജനിക്കുമ്പോൾ അതിൻ്റെ മാനസികവും ശാരീരികവും ഭൗതികവുമായ തലങ്ങളിൽ കൃത്യമായിട്ടുള്ള ആ വ്യത്യാസങ്ങൾ, ഒരു നന്മയുടെ തലം കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. ആ പ്രോബ്ലത്തെയാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാകും. 4 വയസ്സുള്ള കാലഘട്ടത്തിൽ നമ്മൾ പറയും പുസ്തകത്തിൽ നിന്നല്ല പഠിക്കുന്ന കുട്ടികൾ. അച്ഛനും അമ്മയുമാണ് കുട്ടികളുടെ ആദ്യത്തെ പുസ്തകം, പ്രത്യേകിച്ച് അമ്മയാണ് ആദ്യത്തെ പുസ്തകം. അമ്മ എന്ന ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്? അമ്മ ചെയ്യുന്നതും അമ്മ പറയുന്നതും എല്ലാം കുട്ടി മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് കൃത്യമായിട്ട് പറയുന്ന ഒരു രീതിയാണ്. അപ്പം എത്രമാത്രം കുട്ടിയോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം വീട്ടിൽ നിന്ന് എന്ത് കിട്ടുന്നോ അതെല്ലാം കുട്ടി പുറത്തേക്ക് കൊണ്ടുവരും. അതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ തലം ഇന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇന്ന് അതിന് പകരം പലപ്പോഴും കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീനാണ്. ടി വിയിലെ കാർട്ടൂണുകളും മൊബൈൽ ഫോണുകളും അവരുടെ ഒരു ലാംഗ്വേജ് ആണ് അതിൻ്റെ അകത്തുള്ളതെന്നാണ് ഇന്നത്തെ പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അതിന് വേണ്ടത് എന്താണ് അത് കൃത്യമായിട്ട് അത് തിരക്കിയെടുക്കും, കണ്ടുപിടിച്ചെടുക്കും. അത്രയ്ക്ക് സ്കില്ലുണ്ട്. എത്ര പ്രായമുള്ള നമുക്ക് പോലും അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ കാരണം അങ്ങനെ ഒരു സ്കിൽ സെറ്റ് അവർക്കുണ്ടെങ്കിൽ അതിലേക്ക് അവർ അട്രാക്റ്റഡ് ആകാനുള്ള സാധ്യതകൾ. അപ്പം ഈ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ തലം ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ആകുന്നത്? ഓരോ പ്രോസസ്സ് നമ്മളൊരു കുട്ടിയോട് ഓരോ കാര്യം പറഞ്ഞ് കുട്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും, കുട്ടി കേൾക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് ഓരോ കാര്യങ്ങളും കുട്ടി കേട്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പറയുമ്പോഴും കുട്ടിയുടെ ബ്രെയിൻ റീവയറിങ് കൃത്യമായിട്ട് ഉണ്ടാകുകയാണ്. ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അവിടെ സംഭവിക്കുകയാണ്. പുതിയ പുതിയ ന്യൂറോൺസ് അവിടെ ഉണ്ടാകുകയാണ്. പുതിയ പുതിയ പഠനങ്ങൾ അവിടെയാണ്. പുതിയ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ കണക്ഷൻസ് ഉണ്ടാകുകയാണ്. ഈ കണക്ഷൻസിലൂടെയാണ് തിരിച്ച് ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇന്നത് കുറഞ്ഞു. നമുക്കത് 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങളും കൂടെ നൽകുന്ന ഇൻഫർമേഷനെ കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് ബ്രെയിൻ തരുന്ന റിപ്ലൈ ആണ് റെസ്പോൺസായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത്. അപ്പോൾ ഈ റെസ്പോൺസ് പലപ്പോഴും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾക്ക് ചില ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടാകും. ഏകോപനം ഉണ്ടാകുന്നില്ല, ഇൻ്റഗ്രേഷൻ ഉണ്ടാകുന്നില്ല, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് പോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ ഡിലേ ഉണ്ടാകും. അപ്പോൾ ഈ ഡിലേ ആണ് ശരിക്കും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഡിലേസ് എന്ന പേരിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഡിലേ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് ഈ ഡിലേ ഉണ്ടാകുന്നത്? ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും ഈ ഡിലേ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു? ഇങ്ങനെ ഉണ്ടാകുന്ന ഡിലേ കൃത്യമായിട്ട് കുട്ടിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് മനസ്സിലാകുന്നില്ലെന്നോ. അപ്പോൾ ഉദാഹരണം ശ്രദ്ധിച്ചറിയാം, ചില കുട്ടികൾ എനിക്ക് വെള്ളം വേണമെന്നോ ഭക്ഷണം വേണമെന്നൊന്നും പറയത്തില്ല. പകരം അമ്മയെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി വെള്ളത്തിനടുത്ത് കൊണ്ട് നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ അതൊരു ഡെവലപ്മെൻറ്റ് ഡിലേ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ മാക്സിമം ഇൻട്രാക്ഷൻ, ആ ഇൻട്രാക്ഷൻസിലൂടെ തിരിച്ച് കുട്ടിയെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഡെവലപ്പ് ചെയ്യാം.
നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ നമ്മുടെ കുട്ടിക്കാലം പോലെയല്ല. അന്ന് കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ടായിരുന്നു, പരസ്പരം ഷെയർ ചെയ്യാനും കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. മാതാപിതാക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ തൊട്ടടുത്ത് തൊടിയിൽ തൊട്ടടുത്ത് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വ്യക്തികളുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഒരു നാല് ചുവരിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലാറ്റിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മൈക്രോ ഫാമിലിയിലേക്കൊക്കെ ആളുകൾ തിരിയുമ്പോൾ പലപ്പോഴും ഈ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഡിലേ കൂടി വരാനുള്ള സാധ്യതയാണ്. 4 വയസ്സിലാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു, 4 വയസ്സിലാണ് പലപ്പോഴും തിരിച്ച് 3.5 4 വയസ്സ് ഒരു LKG-യിലേക്കോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലേക്കോ കുട്ടികൾ ചെല്ലുമ്പോഴാണ് പലപ്പോഴും അത് തിരിച്ചറിയുന്നത്. അതുവരെയൊക്കെ നമ്മൾ മാത്രമേ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. അഥവാ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയാലും അത് നമ്മുടെ കുഞ്ഞിൻ്റെ കുഴപ്പമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ ഈ 4 വയസ്സിൽ തിരിച്ചറിയുമ്പോൾ അതിന് തൊട്ട് താഴോട്ടുള്ള 1, 2, 3 മൈൽ സ്റ്റോണുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡിലേ ആണ്. 1-ാം വയസ്സിൽ സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഓരോ മാസങ്ങളിൽ സംഭവിക്കേണ്ടത് 2-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 1.5 വയസ്സിൽ, 2 വയസ്സിൽ, 3 വയസ്സിൽ ഈ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡിലേ ചെയ്ത് അതെല്ലാം ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത്. സാധാരണ 4 വയസ്സിൽ ഇത് തിരിച്ചറിഞ്ഞാൽ ഏകദേശം 1 വർഷം, 6 മുതൽ 8 മാസം വരെയുള്ള കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെയാണ് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അത് 7 വയസ്സായി കഴിഞ്ഞാൽ വർഷം എണ്ണം കൂടിക്കൂടി വരും. വീണ്ടും കൂടിക്കൂടി വന്നാൽ 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിന് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഏറ്റവും ഏർലി ആയിട്ട് എന്ന് വെച്ചാൽ 2, 3, 4 2-ാം വയസ്സിൽ തന്നെ കൃത്യമായിട്ട് കുട്ടിയുടെ ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ ഓരോ ട്രിഗറുകളും അത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എങ്കിൽ അത് മനസ്സിലാക്കി ഒരുപക്ഷെ കുട്ടിയെ ഒരു ടെസ്റ്റിന് വിധേയമാക്കി അത് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഓട്ടിസം പോലുള്ള സാധ്യതകളിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. 8 ഡെവലപ്മെന്റ് സ്റ്റേജുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. അതിൽ ശാരീരികവും ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഫിസിക്കൽ പൊക്കം, അതിൻ്റെ വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വണ്ണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ പ്രായത്തിലും കൃത്യമായിട്ടുണ്ട്. ഇത്ര വെയിറ്റ് ഉണ്ടായിരിക്കണം, ഇത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാം. പിന്നെ മോട്ടോർ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞ് മറ്റൊരു പാർട്ടുണ്ട്. നമ്മുടെ ചലനത്തിനുള്ള വ്യഗ്രതകളാണ്. ശരീരം പ്രായം ചെല്ലുന്നതനുസരിച്ച് ചലിപ്പിക്കാനുള്ള, ശരീരത്തിലെ അവയവങ്ങളെ ചലിപ്പിക്കാനുള്ള, വിരലനക്കാനും പിടിക്കാനും കൈപൊക്കാനും നടക്കാനും ഒക്കെ ഉള്ളത്. നമ്മൾ പറയും 3 മാസമാകുമ്പോൾ തന്നെ കഴുത്തുറയ്ക്കണം. കഴുത്തുറയ്ക്കുന്നില്ലെങ്കിൽ അതൊരു ഡെവലപ്മെന്റൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണും. 4-ാം മാസം കമന്ന് വീഴണം. 5-ാം മാസമൊക്കെ ആകുമ്പോൾ തറയിൽ ഇരിക്കാറാകണം. പിന്നെ മുട്ടയിൽ ഇഴയണം. 1 വയസ്സാകുമ്പോൾ കുട്ടി പിടിച്ചു നിൽക്കണം. 1.5 മാസമൊക്കെ ആകുമ്പോൾ പിടിക്കാതെ നടക്കാൻ പഠിക്കണം. പിന്നെ സ്റ്റെപ്പ് കയറുക, സ്റ്റെപ്പ് ഇറങ്ങുക, ഇങ്ങനെ ഒത്തിരി ഡെവലപ്മെന്റ് സ്റ്റേജ്. ഓരോ മാസത്തിലും ഇന്ന കാര്യങ്ങളിലൂടെ കുട്ടി കടന്നു പോകണം എന്നുറപ്പിക്കുന്ന അതിൻ്റെ ഓരോ സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. പണ്ട് കാലത്ത് ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഈ പറയുന്ന മുത്തശ്ശിമാരും ഗ്രാൻഡ് പാരൻസ് ഒക്കെ കൃത്യമായിട്ട് അത് പറയും, ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഇന്ററാക്ഷൻസ് കുറവാണല്ലോ എന്നൊക്കെ പറയും. നമുക്ക് തിരിച്ചറിയാൻ എളുപ്പ മാർഗമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ക്യൂബിക് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ന്യൂക്ലിയസ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഗൂഗിളിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇതൊരു ഇമ്പോർട്ടൻസ് ആണോ എന്ന് ചോദിച്ചാൽ, ഇന്ററാക്ഷൻസ്, ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല, എങ്കിൽ അതൊരു കുഴപ്പമല്ല, ശരിയായിക്കോളും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകാറുണ്ട്. നമ്മളറിയാം, ഫീഡ് ചെയ്യുന്ന ബോട്ടിൽ പിടിക്കുന്നതിന് പ്രായമുണ്ട്, ഗ്ലാസ് പിടിക്കുന്നതിന് പ്രായമുണ്ട്, പെൻസിൽ പിടിക്കുന്നതിന് പ്രായമുണ്ട്. അപ്പം ഈ പ്രായത്തിലൊക്കെ ഇത് നടക്കുന്നില്ലെങ്കിൽ, ആ കാലപരിധിയിൽ ഇത് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് പറ്റുന്ന റെമഡിയേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റണം. അതാണ് അപ്പം ഏത് വയസ്സിലാണ് ബട്ടൺ ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ്, അത് തന്നെ ഫൈൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഗ്രോസ് മോട്ടറും ഉണ്ട്. ആദ്യം പറഞ്ഞൊക്കെ ശാരീരികമായിട്ട് ഗ്രോസ്. ഫൈൻ മോട്ടർ എന്ന് വെച്ചാൽ കൈകൊണ്ട്, ഞാൻ പറഞ്ഞ പെൻസിൽ പിടിക്കുക, ബട്ടൺ ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്.
ഇപ്പം ചലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ചലിച്ച് ആ കാര്യം ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഈ മൂന്നാമത്തെ തലത്തിലേക്ക് വരുമ്പം ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രായത്തിനനുസരിച്ച് മനസ്സിൽ കേൾക്കണം, മനസ്സിലാകണം, തിരിച്ചു പറയണം. അതിനോരോന്നിനും ഒരു റിസപ്ഷനും ഒരു എക്സ്പ്രഷനും ഉണ്ടാകണം. നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നതനുസരിച്ച് റെസ്പോൺസ് ഉണ്ടാകണം. ഒരു വയസ്സിൽ നമ്മൾ പറയും 4, 5, 6 അല്ലെങ്കിൽ 10 വാക്കുകൾ വരെയൊക്കെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കുട്ടികൾക്ക്. 1.5 വയസ്സാകുമ്പോൾ അത് 20 വാക്കുകളാകും. 2 വയസ്സിലേക്ക് വരുമ്പോൾ അത് 50 വാക്കുകൾ വരെയാകും. അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ച് ലാംഗ്വേജ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. 2 വയസ്സൊക്കെ ആകുമ്പോൾ അവനവൻ്റെ ആവശ്യങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞു നേടാൻ പറ്റുന്ന രീതിയിലേക്ക് ആകണം. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ദർ ഈസ് എ ഡെവലപ്മെന്റൽ ഡിലേ. 2 വയസ്സിൽ 2 വാക്കുകൾ കൂട്ടി സംസാരിക്കാൻ പറ്റണം. 3 വയസ്സാകുമ്പോൾ 3 വാക്കുകൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പറ്റണം. 1 വയസ്സിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കടിച്ച് തിന്നാൻ പറ്റും. അതേസമയം ഫുഡ് മിക്സ് ചെയ്ത് കഴിക്കാൻ 2 വയസ്സ് പ്രായത്തിൽ അത് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ സ്റ്റേജിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒബ്സർവേഷൻ, അതില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻ്റർവെൻഷൻസ് നമ്മൾ ചെയ്യണം. അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, നമ്മൾ കയ്യിലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കവറ് തുറന്നത് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഞാൻ ആദ്യം പറഞ്ഞു ബട്ടൺ ഇടുന്ന കാര്യം. അപ്പം ഇങ്ങനെ കോഗ്നിറ്റീവ് ചിന്താപരമായ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രകടിപ്പിക്കാനും അത് ബിഹേവിയറിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള, ചിലപ്പോൾ ഡോർ തുറക്കാൻ, ഡോർ അടയ്ക്കാൻ, പറയുന്നത് മനസ്സിലാക്കുക, ആൽഫബറ്റുകളെ തിരിച്ചറിയുക, ആൽഫബറ്റ് കൂട്ടി വായിക്കുക, എഴുതി തുടങ്ങുക. ഇതിനൊക്കെ ഓരോ കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഈ പ്രോസസ്സ് നടക്കണം. നടക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. ഇനി നോക്കാം, നമ്മൾ ആദ്യം പറഞ്ഞു 5-ാം മാസത്തിൽ ഉറപ്പിക്കണം. 1 വയസ്സിൽ നടക്കാൻ തുടങ്ങും. 2 വയസ്സാകുമ്പോൾ സംസാരിക്കണം. 2 വാക്ക് വെച്ച് സംസാരിക്കാൻ പറ്റണം. അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ തീരെ കൊച്ചുകുട്ടി 5 വയസ്സോ 6 മാസമൊക്കെ ഉള്ള സമയത്തും അമ്മ സംസാരിക്കുമ്പോൾ കുട്ടികൾ ഐ കോണ്ടാക്ട് നോക്കണം. പേര് വിളിച്ചാൽ കേൾക്കണം, അല്ലെങ്കിൽ നോക്കണം, നമ്മളെ റെസ്പോണ്ട് ചെയ്യണം. ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോക്കസ് കൃത്യമായിട്ട് കിട്ടണം. ദേ കാക്ക പോകുന്നു, ദേ ആന പോകുന്നു, ദേ ഡാഡി വരുന്നു, മമ്മി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ആ ഡയറക്ഷനിലേക്ക് നോക്കാൻ പറ്റണം. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കമാൻഡിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേജസ് കൃത്യമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് വരും. ഒരു ഓട്ടിസ്റ്റിക് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ പറയുന്നു. പലപ്പോഴും ആവശ്യങ്ങൾ വെർബലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോൺ വെർബലായിട്ടും പറയുന്നില്ല, വെർബലായിട്ടും പറയുന്നില്ല. വെർബൽ കമ്മ്യൂണിക്കേഷന് പ്രതികരണങ്ങളില്ല. പേര് വിളിക്കുമ്പോൾ നോക്കുന്നില്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല. പിന്നെ സോഷ്യൽ ബിഹേവിയർ ഇല്ല, മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. മറ്റു കുട്ടികളുമായിട്ട് ചേർന്ന് കളിക്കാനുള്ള ഒരു കുറവ്. കളികളിൽ വേണ്ട രീതിയിലുള്ള ഇമാജിനേഷൻ ഇല്ല. ഇപ്പോൾ കുറേ ടോയ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കും. ലൈനപ്പ് ടോയ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചിലപ്പോൾ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന കാറോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ ചക്രം ഇങ്ങനെ കറങ്ങുന്നത് ശ്രദ്ധിക്കും. എന്നുവെച്ചാൽ നോർമൽ ആ ഒബ്ജക്റ്റ് എന്തിനു വേണ്ടിയാണോ ആ ഒരു രീതിയിലേക്ക് പോകാതെ കുട്ടിയുടേതായ രീതിയിലുള്ള മറ്റൊരു ചിന്താഗതിയിൽ അതിനെ കാണാൻ ശ്രമിക്കും. മറ്റെന്തൊക്കെയോ ചിന്തകൾ. ഇപ്പം നമ്മൾ കുട്ടിയെ വിളിക്കുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ്. ആ പേര് വിളിക്കുമ്പോൾ പേര് കൃത്യമായിട്ട് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് തരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ രീതി അവിടെ വരും. ചില ഇപ്പം വിരലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, ക്ലാപ്പ് ചെയ്യുക, റിപ്പിറ്റേറ്റീവ് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന രീതികളൊക്കെ വരുമ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഡിസോർഡറിൻ്റെ തരത്തിലേക്ക് പോകും എന്നാണ് പഠനങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ കുട്ടി വിളിക്കുമ്പോൾ പേര് വിളിക്കുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല. മോനെ മോനെ 10 പ്രാവശ്യം വിളിച്ച് 10ാമത്തെ പ്രാവശ്യമായിരിക്കും കുട്ടി ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് എന്താണ്, കേൾക്കുന്നതിൽ എന്തോ കുഴപ്പമാണ്, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്പീച്ച് അല്ലെങ്കിൽ ഹിയറിംഗ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി കൃത്യമായിട്ട് അതിനുള്ള പ്രതിവിധികൾ, പക്ഷെ അത് തന്നെയാണോ പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം.
ഉള്ള സ്നേഹം, അഫെക്ഷൻ ഇതിനൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പം നമ്മളൊരു പാവ മേടിച്ചു കൊടുത്താൽ, സാധാരണ കുട്ടികളാണെങ്കിൽ പാവയുടെ മുടിയൊക്കെ ഒതുക്കും. അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, പൊട്ട് തൊടിക്കും. ഈ കുട്ടി അങ്ങനെയല്ല, ഇതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കും. ചിലപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും, ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതികൾ സാധാരണ രീതിക്ക് വ്യത്യസ്തമായ രീതിയിൽ ഈ കളിപ്പാട്ടത്തെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ മാറുന്ന രീതി, മറ്റൊരു ലോകത്തായി മാറുക എന്നാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് സത്യത്തിൽ എന്താണ് ഇൻട്രാക്ഷൻസിൻ്റെ കുറവ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇൻട്രാക്ഷൻ കുറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു, ബ്രെയിനിൽ കൃത്യമായിട്ട് ഏകോപനം ഉണ്ടാകുന്നില്ല. കാണുന്നുണ്ടാകാം, പക്ഷെ കണ്ടതിനെ കൃത്യമായിട്ട് ആ വിഷ്വൽ കോർട്ടക്സിൽ ചെന്ന് അതിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ ഉപയോഗിച്ച് കോർഡിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഒരു പ്രോബ്ലം? അവിടെ എന്തൊക്കെയോ ഏകോപനത്തിലോ ഒരു കാഴ്ച മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ നിങ്ങൾ സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ എന്നെ മാത്രമല്ല, ഞാൻ എൻ്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും ഏതിനാണ് ഇമ്പോർട്ടൻസ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നതിനാണോ, അതോ ഞാനിപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആൻഡ് ഡിലേ എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതിനാണോ എന്നുള്ളതിനെക്കുറിച്ച് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൃത്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്ക് കുറയും. 5 സെൻസസ് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. 5 സെൻസിൽ ഇൻഫർമേഷൻ വരുന്നുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇങ്ങനെയുള്ള 5 സെൻസും. പിന്നെ 2 ഹിഡൻ സെൻസസ് ഉണ്ടെന്ന് പറയും. വെസ്റ്റിബ്യൂൾ, നമ്മുടെ ചെവി, നമ്മുടെ കഴുത്ത്, കണ്ണൊക്കെ അടച്ച് കഴുത്ത് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇരുട്ടത്ത് പോലും കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് ബ്രെയിൻ സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാപ്രിയോസ് സെപ്റ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടുകൾ, ജോയിൻറ്റുകളിലൊക്കെ ഉള്ള മൂവ്മെൻറ്റ്, കൈ വിരലുകൾ താത്തുകയും പൊക്കുകയും ഉയർത്തുകയും കൈ മടക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം നമുക്ക് ബ്രെയിൻ സെൻസ് ചെയ്യാൻ പറ്റും. അതൊന്നും ഈ പറയുന്ന സെൻസ് ഉപയോഗിച്ചിട്ടല്ല. അപ്പം ഇങ്ങനെയുള്ള 5 സെൻസ് പ്ലസ് 2 ഹിഡൻ സെൻസസ് ഉപയോഗിച്ച് എല്ലാ ഇൻഫർമേഷൻസും ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിലും കിട്ടിയ ഈ ഇൻഫർമേഷനെ, ആ സ്റ്റിമുലയെ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പലപ്പോഴും ഇവരുടെ ബ്രെയിൻ ആകുന്നില്ല എന്നുള്ളതാണ് ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുണ്ടാകുന്ന ഡിലേ. ആ ഡിലേ ആകും, ആ കാര്യങ്ങൾ ഡിലേഡ് ആണ്. അതായത് 5 പ്രാവശ്യം പേര് വിളിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഐ കോണ്ടാക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 5 പ്രാവശ്യവും വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ 4 പ്രാവശ്യം വിളിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, ബ്രെയിൻ അതിന് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം, കേട്ടതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിമിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫിൽറ്ററിങ് കറക്റ്റ് അല്ല എന്നൊക്കെ നമ്മൾ പറയും. ബ്രെയിനിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ബ്രെയിൻ മാപ്പിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു DDG എന്ന് പറയുന്ന ഒരു ഫിൽറ്ററുണ്ട്. ഡിസ്റ്റോർഷൻ, അതുപോലെ തന്നെ ഡിലീഷൻ, ജനറലൈസേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന 2 Mbps അത്രമാത്രം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാഴ്ചയിലൂടെയാണ്. ചെവിയിലൂടെ കിട്ടും, ത്വക്കിലൂടെ കിട്ടും, മൂക്കിലൂടെ കിട്ടും, വായിലൂടെ കിട്ടും. അപ്പോൾ ഈ ഇൻഫർമേഷൻസിൻ്റെ എസൻസിൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏതാണ് എന്ന് നമ്മുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്ത ഔട്ട്പുട്ടിനാണ് റെസ്പോൺസ് പോകുന്നത്. ഇവിടെ ഈ കുട്ടികളെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് ആ റെസ്പോൺസ് കൃത്യമായിട്ട് പോകുന്നില്ല. പകരം അവർ റെസ്പോണ്ട് ചെയ്യുന്ന എവിടെയാണ്? അവർ ഏത് ലോകത്താണോ നിൽക്കുന്നത് ആ ലോകത്ത്. അവർ ഒരു ടോയുമായിട്ട് കളിക്കുന്ന ആ രംഗമാണെങ്കിൽ ആ ടോയിയുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആ സമയത്തും പ്രത്യേകം ശ്രദ്ധിച്ചറിയാം, ചില പ്രത്യേക തരത്തിലുള്ള പരസ്യങ്ങൾ കേട്ടാൽ കുട്ടികൾ ഓടി വരും. കൃത്യമായിട്ട് അവർ അത് കേട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകും. അപ്പോൾ അവർക്കതെങ്ങനെ കിട്ടി? അപ്പോൾ അത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ നോർമലായിട്ടുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് മാതാപിതാക്കൾ കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും അവരെ സംബന്ധിച്ചോളം അവരുടെ ബ്രെയിൻ ഒരു ഇറിറ്റേഷനാണ്, ഒരു തരം ഇറിറ്റേഷനാണ്. നമ്മൾ പറയാം, ഒത്തിരിയും ശബ്ദങ്ങൾ, ചുറ്റുപാടുകൾ എന്നൊക്കെ കേൾക്കുമ്പം നമുക്ക് ഒരു തല പെരുക്കുന്നത് പോലെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ശബ്ദം TV ഓഫ് ചെയ്യൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികൾക്കില്ല. അപ്പോൾ അവരുടെ ബ്രെയിൻ ഓവർലോഡഡ് ആകുന്നു. കാരണം എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഏത് ഇൻഫർമേഷൻ കൂട്ടി കണക്ട് ചെയ്ത്, ഏതിനെ പ്രയോറിറ്റൈസ് ചെയ്ത്, ഏത് ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലൊരു കൺഫ്യൂഷൻ അവരുടെ ബ്രെയിനിലുണ്ടാകും. അതവർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബിഹേവിയർ തലം മാറും. നമ്മൾ ഈ ബിഹേവിയറിനെ ആയിരിക്കും കാണുന്നത്. കുട്ടി ഓടുന്നു, ദേഷ്യപ്പെടുന്നു, വഴക്കിടുന്നു, എടുത്തെറിയുന്നു. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ ഇതൊരു ബിഹേവിയർ പ്രോബ്ലം ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സത്യത്തിൽ എന്താണ്, നമ്മൾ ലേണിംഗ് ഡിസേബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റി പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ സെൻറ്ററിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ കറക്റ്റ് വെർബൽ കൃത്യമായിട്ട് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറയുന്ന ചില ഏരിയകളിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അത് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയകൾക്ക് വേണ്ട രീതിയിലുള്ള ഉത്തേജനം ഇല്ലാതെ വരുമ്പം ആ ഭാഗം കൃത്യമായിട്ട് നള്ളിഫൈ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ഒന്നും ഒന്നും എന്ന് പറഞ്ഞ് രണ്ടിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുമ്പോൾ കൊച്ചു പറഞ്ഞ ചിലപ്പോൾ മൂന്നെന്നായിരിക്കും. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് റിസൾട്ട് തരാനുള്ള ആ സിസ്റ്റം, അതിന് ചില പ്രോബ്ലം പല പല കാരണങ്ങളുണ്ട്. ഒന്ന് അറ്റൻഷൻ്റെ പ്രശ്നം കൊണ്ടാകാം. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് 4 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ 2 വയസ്സിന് മുമ്പാണ് ഏറ്റവും നല്ലത്. ആ 2 വയസ്സിന് മുമ്പ് തന്നെ ഈ പ്രോബ്ലം കുട്ടിക്ക് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഔട്ട്കമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എയിമിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ബ്രെയിൻ അതുപോലെ എടുക്കത്തില്ല. ചിലതിനെയൊക്കെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും, സ്വീകരിക്കും, കൊള്ളും, ചിലതിനെയൊക്കെ തള്ളും, ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 പ്രോസസ്സുകളിൽ കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നേരെ സംസാരിച്ചൊക്കെ പോകുന്നത്. അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് അവിടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ്, ബ്രെയിനിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഓട്ടിസ്റ്റിക് അപ്രോച്ച് എന്നല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്ന രീതിയിലേക്ക് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഡിലേസ്. അപ്പം ഇങ്ങനെയുള്ള ഡിലേസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് റീസൺസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ, ഞാൻ പറയുന്ന ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, 90കളിൽ ഈ പേര് പോലും ഇല്ല. കോവിഡിന് മുമ്പും അത്ര കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കോവിഡിന് ശേഷം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പലരും വിദേശങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചു വന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് 4 വയസ്സിന് മുമ്പ് തന്നെ ഈ പറയുന്ന പ്രോബ്ലത്തെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതത്ര ഈസി ആയിട്ട് മാറുന്നില്ല. ഇതിനൊത്തിരി തെറാപ്പികളുണ്ട്. ടോക്ക് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ABA എന്നൊക്കെ പറഞ്ഞ കുറേ തെറാപ്പികളുണ്ട്. ഈ തെറാപ്പികളിലൂടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ കുട്ടിക്ക് വെള്ളം എന്നുള്ള ഒരു കാര്യം കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ, കുട്ടിയെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ വെള്ളം കണ്ടാലും, ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ കണ്ടാലും ഒരു സ്പൂണിൽ കണ്ടാലും നിലത്ത് കിടക്കുന്ന കണ്ടാലും വെള്ളമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആര് തന്നാലും ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊരു വ്യക്തിയുടെ കയ്യിൽ ഇരുന്നാലും അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ഇങ്ങനെ പല ഡയമെൻഷനിൽ കൃത്യമായിട്ട് ആ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരു ആപ്പിൾ പല ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ പല ഫ്രൂട്ട്സിൽ നിന്ന് ഒരു ആപ്പിൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു ആപ്പിൾ എടുത്ത് കൊടുക്കൂ എന്ന് പറയുമ്പോൾ എടുത്ത് കൊടുക്കാൻ സാധിക്കണം, തൊട്ട് കാണിക്കാൻ സാധിക്കണം. അതിൽ തന്നെ ബിഗ് ആപ്പിളും സ്മോൾ ആപ്പിളും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതെല്ലാം, ഈ സ്കില്ലുകളെല്ലാം ബ്രെയിനിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ ഈ കഴിവ് കുറഞ്ഞാൽ, ഈ കഴിവ് ഒരു പരിധി കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ഈ കഴിവ് കുറഞ്ഞതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെറാപ്പികളിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻ്റർവെൻഷൻസിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് ആ കുട്ടിയെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരിശീലിപ്പിക്കണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, മാതാപിതാക്കളാണ് ഏറ്റവും സമയം കുട്ടികളോട് കൂടെയുള്ളത്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സൊല്യൂഷൻസ് കണ്ടെത്താം. നമ്മൾ രണ്ടാമത്തെ വയസ്സിലാണ് കുട്ടികളുടെ ഈ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് തിരിച്ചറിയുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സൊല്യൂഷൻസ് ഉണ്ടാക്കാം. അതിനുള്ള സ്പീച്ച് തെറാപ്പിയുടെയും ഒക്യുപേഷൻ തെറാപ്പിയുടെയും ഒക്കെയുള്ള ഓട്ടിസം ക്യൂർ ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള സഹായങ്ങൾ ലഭിക്കും. തീർച്ചയായിട്ടും മാതാപിതാക്കളെയും കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ കൂടെ, കാരണം ഭൂരിപക്ഷം 1-2 മണിക്കൂറായിരിക്കും കുട്ടികൾ തെറാപ്പി സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് മാതാപിതാക്കൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല പലപ്പോഴും. അങ്ങനെ വരാതെ മാതാപിതാക്കളെയും കൂടെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള സെൻറ്ററുകളിൽ കൃത്യമായിട്ട് ഈ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയാണോ പ്രോബ്ലം ഉള്ളത് കൃത്യമായിട്ട് അതിനെ തെറാപ്പികളിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ക്രീൻ ടൈം, ഇപ്പോഴത്തെ കാലത്ത് സ്ക്രീൻ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. വെർച്വൽ എന്ന് വെച്ചാൽ വെർച്വൽ സ്ക്രീനിൽ കൂടിയും മൊബൈലിൽ കൂടിയൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. റീലുകൾ കാണുന്നത് കൊള്ളത്തില്ല എന്ന് പറയും. ഒത്തിരി നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയും.
ബ്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ണിന് പ്രോബ്ലം ഉണ്ടാകും. ബ്രെയിനിൻ്റെ ഒരേ തരത്തിലുള്ള ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ ബ്രെയിൻ ആ രീതിയിലുള്ള ഒരു ബ്രെയിൻ ഇപ്പോഴും ഹാബിറ്റ്സിനെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഹാബിറ്റ്സിനെ സ്വീകരിക്കുന്ന സ്വഭാവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഏതാണോ ആ പ്രവൃത്തി മാത്രം ചെയ്യാൻ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്യുപ്ഡ് ആവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റ് സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അത് സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ ഇത് നമ്മൾ ഡോപ്പമൈൻ, ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറയും. അപ്പോൾ ഡോപ്പമൈൻ ബ്രെയിനിന് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ താല്പര്യം എടുക്കത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ടി വിയും ഇങ്ങനെ സ്ക്രീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് ആണ്. കാരണം അവിടെ നിന്നൊരു ഡോപ്പമൈൻ കിട്ടാനില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോകും. 2-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഗെയിം കാണുക. കൊച്ചുകുട്ടികൾ വളരെയധികം യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. തീരെ കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ആ ബ്രെയിനിൻ്റെ റീവയറിങ് എല്ലാം ഡിസോർഡറിലേക്കാണ് പോകുന്നത്. പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ കാണുന്ന കുട്ടികളെ അവിടെ നിന്ന് തിരിച്ചു മാറ്റണമെങ്കിൽ തന്നെ എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെയുള്ള കുട്ടികളെ നമുക്കറിയാം. അവരുടെ മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. നിലത്ത് കിടന്ന് ഉരുളും, കരച്ചിലാവും, ബഹളമാവും. അവർ ചെയ്യാത്ത ഒരു പരിപാടിയില്ല. അവർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും വളരെ കൃത്യമായിട്ട് സൈലൻ്റ് ആവും. അപ്പോൾ അത്രമാത്രം ഒരു അഡാപ്റ്റബിലിറ്റി അവരതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെ അതായത് 2 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ജെനറ്റിക്സ് ഒരു ഘടകമാണ്. ഓട്ടിസം ബാധിച്ചിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെയോ മക്കൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള സാധ്യതകളുണ്ട്. അതൊരു പിന്നെ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, അത് നമ്മളിലേക്ക് തരുന്ന കണ്ടൻറ്റുകൾ, അതെങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളത് സ്വീകരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് ഗർഭകാലത്ത് കുട്ടികളുടെ ജനറേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എത്രമാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. രാസവസ്തുക്കളില്ലാത്ത, അല്ലേ, രാസവസ്തുക്കൾ, ജൈവ പച്ചക്കറികൾ, പഴങ്ങൾ ഉപയോഗിക്കണമെന്നൊക്കെ, പെസ്റ്റിസൈഡ്സ് ഉണ്ടാകരുത്. പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം, നമ്മളുടെ കാലത്ത് കുരുവുള്ള പഴങ്ങളായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുരുവില്ലാത്ത പഴങ്ങളാണ്. ശരിക്കും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞ് കുരുവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കോപ്പില്ല. എന്ന് വെച്ചാൽ അടുത്ത ഒരു ജനറേഷന് സാധ്യതയില്ലാത്ത മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള ആ ജനിതകമായ തലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ജനറേഷനിൽ അത് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടമാർക്കാണ്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഭക്ഷണത്തിന് ജൈവ പച്ചക്കറികൾ, പഴങ്ങൾ മാത്രം ഉപയോഗിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അത്രമാത്രം മൈക്രോ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ അളവിൽ നമ്മൾ പോലും അറിയാതെ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടെ, നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ കണ്ടൻറ്റിലൂടെ ഗ്ലാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു പാർട്ടാണ് എയർ പ്യൂരിഫിക്കേഷൻ. ഒരു പർട്ടിക്കുലർ ലെവലുണ്ടല്ലോ, ആ സെൻസിറ്റീവ് ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്യൂരിഫിക്കേഷൻ. അങ്ങനെ ഇല്ലെങ്കിൽ പ്യൂരിഫയറൊക്കെ ഉപയോഗിച്ച് അതിന് കൃത്യമായിട്ട് എയർ പ്യൂരിഫിക്കേഷൻ, പ്രത്യേകിച്ച് വീട്ടിൽ നമുക്കറിയാം, വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആ പൊടിയുള്ള സാഹചര്യത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണം. പക്ഷെ ഇതിനേക്കാളൊക്കെ കാരണം ഇതൊക്കെ കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള കാരണങ്ങളാണ്. പലപ്പോഴും ന്യൂറോണിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ചില രാസവസ്തുക്കൾ നമ്മളീ പറഞ്ഞ പോലെ പൊടികളിലുണ്ടാകാം, ഭക്ഷണത്തിലുണ്ടാകാം. അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞൊരു വലിയ സെറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ അതിൻ്റെ വളർച്ചയെ കൂട്ടുന്ന അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന രീതിയിലുള്ള ചില രാസവസ്തുക്കളൊക്കെ നമ്മളറിയാതെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കുട്ടി ഉണ്ടാകുന്ന സമയങ്ങളിൽ പോകാറുണ്ട്. അതുപോലെ ഭാരമേറിയ ചില ലോഹങ്ങൾ,
ലെഡ്, മെർക്കുറി ഇങ്ങനെയുള്ള അതൊക്കെ ന്യൂറോണിൻ്റെ വളർച്ചയെ നശിപ്പിക്കുന്നതാണ്. കൊച്ചുകുട്ടികളുടെ ആ പ്രായത്തിൻ്റെ അവസ്ഥയിലാണ്. അലുമിനിയം, ഓർഗനോഫോസ്ഫേറ്റുകൾ എന്ന് അറിയപ്പെടുന്ന കീടനാശിനികൾ, ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ. അതുപോലെ അമ്മയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഗർഭധാരണ സമയത്തുണ്ടാകുന്ന ചില വിഷാദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. മാതൃ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയും. ഡയബറ്റിസ് അങ്ങനെയുള്ളത്, അതുപോലെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ അമ്മമാരിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ ഡി, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതൊക്കെല്ലാം കുറഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓട്ടിസത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ജീവിത ശൈലി മാറ്റങ്ങളിലൂടെ നടക്കുന്നത്. പരിസ്ഥിതിയും ജീവിതശൈലിയും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. പക്ഷെ ജനിച്ചതിന് ശേഷം സംഭവിക്കുന്ന എന്താണ്? ഒന്ന്, തീർച്ചയായിട്ടും ഇൻട്രാക്ഷൻസിൻ്റെ കുറവാണ്. കൃത്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ആ ഇൻട്രാക്ഷൻസ് കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും സ്ക്രീൻ ടൈം കൂടുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികളെ ഒരു മൊബൈലൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും കുട്ടികൾ അവിടെ ഇരുന്നോളും, ഒരു ശല്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ബ്രെയിൻ റീവയറിങ്ങിലൊക്കെ അതിൻ്റേതായ ഘടനാപരമായ തകരാറുകൾ സംഭവിക്കുകയും പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ പല രീതിയിലെ പ്രശ്നങ്ങളിലേക്ക് പോകും. ഏറ്റവും നല്ല ഏജ് എന്ന് പറയുന്നത് 2 വയസ്സാണ്. 2 വയസ്സിനുള്ളിൽ അറിയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ 2 വയസ്സിന് പറ്റുന്നില്ലെങ്കിൽ അടുത്ത ഓരോ വയസ്സിലും സത്യത്തിൽ എന്താണ് കുട്ടികളുടെ സ്റ്റേജുകളിൽ നടക്കുന്നത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അതിനുള്ള തെറാപ്പികൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും ഈ ഒരു പ്രശ്നത്തെ മാനേജ് ചെയ്യാൻ, സത്യത്തിൽ ഇതൊരു മാനേജ്മെൻ്റാണ്. ആ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടത്താൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ചില തെറാപ്പികൾ കൃത്യമായിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ന് വളരെ പോപ്പുലറായിട്ട് ഒത്തിരി തെറാപ്പികളുണ്ട്. ചിലപ്പോൾ തെറാപ്പികളൊക്കെ പലപ്പോഴും കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെറാപ്പികളൊക്കെ എത്രമാത്രം ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ്. ABA പോലെ ഓക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ കുട്ടികൾക്ക് സേഫ്റ്റി, ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു 10 വയസ്സിൻ്റെ പ്രായത്തിൽ മുകളിലേക്ക് പ്രായത്തിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളത് സെൻസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് ആവശ്യമുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്, സ്കൂളുകൾ, സോഷ്യൽ അവയർനെസ്, ഇതൊക്കെ വലിയൊരു പ്രോബ്ലമാണ്. പ്രൊട്ടക്ഷൻ വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി സംവിധാനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 60 to 30 ഇയേഴ്സിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ലൈഫ് എക്സ്പെക്റ്റൻസി കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ആക്സിഡൻസ് ഉണ്ടാകാം. കാരണം ഇവർക്ക് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. ഇപ്പോൾ നമ്മുടെ വലത്ത് സൈഡിൽ കൂടിയാണോ ഇടത്ത് സൈഡിൽ കൂടിയാണോ വാഹനം വരുന്നതെന്നും സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും പലപ്പോഴും കുറയും. സൂയിസൈഡ് ഉണ്ടാകാറുണ്ട്. എപ്പിലെപ്സി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരും. ഇതെല്ലാം ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടും, സത്യത്തിൽ ഒരു കുട്ടിക്ക് ഒരു ഓട്ടിസം ഉണ്ടാകുക എന്ന് വെച്ചാൽ കുടുംബത്തിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. സൂയിസൈഡിൻ്റെ ടെൻഡൻസി വളരെ കൂടും. 3 times ഹയർ ആണ്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, എയർലി ഇൻ്റർവെൻഷൻ. എത്രയും പെട്ടെന്ന് കാണും അത്രമാത്രം എളുപ്പത്തിൽ അതിനെ നമുക്ക് സൊല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അനേകം തെറാപ്പി സെൻ്ററുകളുണ്ട്. തെറാപ്പി സെൻ്ററുകളിൽ ഞാൻ ആദ്യം പറഞ്ഞു മാതാപിതാക്കളെയും കൂടെ കൂട്ടി തെറാപ്പി ചെയ്യുന്ന സെൻ്ററുകളാണ് കൂടുതൽ അഭികാമ്യം. കാരണം 1-2 മണിക്കൂറായിരിക്കും തെറാപ്പി സെൻ്ററിൽ വർക്ക് ചെയ്യുന്നത്. കുട്ടിക്ക് എന്ത് തെറാപ്പി കൊടുത്തു എന്ന് ഒരിക്കലും മാതാപിതാക്കൾ അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രയോജനം ഒരിക്കലും കുട്ടികൾക്ക് കിട്ടും. കാരണം മാതാപിതാക്കളുടെ അടുത്താണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അവർ തന്നെയാണ് ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ്. അപ്പോൾ മാതാപിതാക്കളെ തെറാപ്പിസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള സെൻ്ററുകളാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള പരിഹാര മാർഗം. വരുംകാലങ്ങളിൽ ഓട്ടിസം തീർച്ചയായിട്ടും കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് 2 പേരുടെ പൂർണ്ണ അറിവോടെയാണ്. ഈ അറിവിന് ഇന്ന് ഒത്തിരിയും സ്വാതന്ത്ര്യങ്ങൾ കൽപ്പിക്കുന്ന ഒരു കാലമായതുകൊണ്ട് പലപ്പോഴും കുട്ടിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന സാധ്യതകളുണ്ട്.
അതൊരു ജീവനാണ്. ആ ജീവന് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആദ്യത്തെ ഈ 4 വർഷക്കാലം ബ്രെയിൻ മെച്യൂരിറ്റി അല്ലെങ്കിൽ ന്യൂറോ മെച്യൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും ആ സമയത്തൊക്കെ പല പല തിരക്കുകൾ കൊണ്ട് നമുക്ക് കേട്ട് കാണും, മെറ്റേണൽ ഡിപ്രൈവേഷൻ സിൻഡ്രം എന്നൊക്കെ പറഞ്ഞ് കേട്ട് കാണും. അമ്മയുടെ പരിചരണമില്ലാതെ വരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അമ്മയുടെ സ്ഥാനത്ത് അമ്മയും അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛനും ഉണ്ടായാൽ മാത്രമേ കൃത്യമായി കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണതയാകൂ. അപ്പോൾ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടാകും. ആ ഡിലേ ആയിട്ട് തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫാമിലിക്ക് തന്നെ ഒരു വലിയ പ്രോബ്ലമായി മാറും. ഫാമിലിക്ക് മാത്രമല്ല, ലൈഫ് ലോങ് ആണ്. അത് ഏത് സൊസൈറ്റി ആണോ സൊസൈറ്റിയിലെല്ലാം ഈ പ്രോബ്ലത്തിലേക്ക് കടന്നു വരും. ഇത് ഒരു അനദർ വേ ഓഫ് തിങ്കിങ് ആണ്. കുട്ടികളുടേതായ അവരുടെ ലോകത്താണ് നിൽക്കുന്നത്. ആ ലോകത്തിൽ നിന്ന് സാധാരണ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചില സ്റ്റെപ്പുകൾ അത് സാമൂഹികമായും മാതാപിതാക്കളുടെ തലത്തിലൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതൊരു തിരിച്ചറിവാണ്. ഇന്നലെയായിരുന്നു ഓട്ടിസം ഡേ. അതുകൊണ്ട് തന്നെ ഓട്ടിസം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളുടേതായ രീതിയിലുള്ള അറിവുകൾ സമൂഹത്തിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സാർ തുടങ്ങിക്കോളൂ. സാർ അൺമ്യൂട്ട് ചെയ്തു. സാറിന്ന് ഓട്ടിസത്തെ കുറിച്ചെടുത്ത ക്ലാസ് വിജ്ഞാനപ്രദമായിരുന്നു. നമുക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളെ കാണുമ്പോൾ, അവരുടെ മാതാപിതാക്കളെ കാണുമ്പോൾ, ആ കുട്ടികളെ പലപ്പോഴും സ്കൂളുകളിലേക്ക്, പ്രത്യേകതരം സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ അമ്മയുടെ കയ്യിൽ തൂങ്ങി ഇടയ്ക്ക് റോഡിൽ ഇരുന്ന് ചില പ്രത്യേക ഗോഷ്ഠികളും മറ്റുമൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളെയും അമ്മയെയും നമ്മൾ കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും ആ കുട്ടിയുടെ ചേഷ്ടകളെ അല്ല ശ്രദ്ധിക്കാറ്, ആ അമ്മയുടെ മനോവികാരങ്ങളെയാണ്. അമ്മയുടെ മുഖത്ത് മിന്നി മിന്നി മറയുന്ന വികാരങ്ങളെയാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് സമൂഹത്തിന്റെ തന്നെ ഒരു വികാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ മാസം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒന്നിച്ചുള്ള ഒരു ചെറിയ ട്രിപ്പ്, കാഞ്ഞിരപ്പുഴ ഡാമിലേക്കൊരു യാത്ര, അവരുടെ കൂടെ പോകാനൊരു അവസരം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പൊ അവരുടെ ഓരോ പേരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ തീയാണ് പുറത്തു വരുന്നത്. അവരൊറ്റ ചോദ്യം എന്നോട് ചോദിച്ചുള്ളൂ: ഞങ്ങളുടെ കാലശേഷം ഇവരെ ആരാണ് ശ്രദ്ധിക്കുക? അതൊരു ഉത്തരം നമുക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. 10-25 വർഷം ഒന്നുപോലെ ആ കുട്ടിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾക്ക് പകരം വയ്ക്കാൻ ആരുമില്ല. അതാണ് സാർ ഇപ്പൊ അവസാനം പറഞ്ഞത്. പിതാവിന്റെ സ്ഥാനത്ത് പിതാവും മാതാവിന്റെ സ്ഥാനത്ത് മാതാവും നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് ഒരു ഡെവലപ്മെന്റ്, ആ കുട്ടിക്ക് ഒരു ഡെവലപ്മെന്റ് കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അനുഭവത്തിൽ കിട്ടിയിട്ടുള്ളത്, ഈ മൂത്ത കുട്ടി ചിലപ്പോൾ അയാളായിരിക്കും ഓട്ടിസം ബാധിച്ച കുട്ടി. മൈനറായുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രീതിയിൽ മേജർ അല്ലാത്ത മൈനറായ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരിൽ വളരെ മേജറായ അതിൽ നിന്ന് വ്യത്യസ്തമാണത്. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾക്ക്, ഈ മൂത്ത കുട്ടിക്ക് ഒരു 6 വയസ്സാകുമ്പോൾ രണ്ടാമത് ചെറിയൊരു കുട്ടി ഉണ്ടാകുന്നു അമ്മയ്ക്ക്, അവിടെ സിബ്ലിങ്സിന്റെ പ്രശ്നം ശക്തമാണ്. പലപ്പോഴും വരുന്നവരും വീട്ടിലേക്ക് വരുന്നവരാണെങ്കിലും എല്ലാവരും 100% ശ്രദ്ധ കൊടുക്കുന്നത് പുതിയ കുട്ടിയിലാണ്. അവിടെ ഈ ഓട്ടിസം ബാധിച്ച ഈ കുട്ടി ആക്രമണകാരിയായി മാറും. ആക്രമണകാരിയായി പ്രവർത്തിക്കുന്ന രംഗം മുൻപിലുണ്ട്. അങ്ങനെ ഒരു അനുഭവം, അമ്മയുടെ 5 മിനിറ്റത്തെ മാറ്റം
മൂത്ത കുട്ടി ഈ പുതിയ ഇളയ കുട്ടിയെ ആക്രമിക്കുന്ന രംഗമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ആരോടും സംസാരിക്കാനില്ല. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല പലപ്പോഴും. നമ്മൾ 100 കാര്യം പറയുമ്പോഴും അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അവരുടെ ലോകത്താവും. അപ്പോൾ ഈ കുട്ടികളെ സഹായിക്കണമെങ്കിൽ പേരൻസ് കുട്ടികളുടെ ലോകത്തേക്ക് എത്തി അവന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് അവരോടൊപ്പം സഞ്ചരിക്കുക മാത്രമേ അതിന് വഴിയുള്ളൂ. രണ്ടാമതൊരു കാര്യം, പല അമ്മമാരും പറയാറുണ്ട്, ഞാൻ ഈ വേദിയിൽ അത് പറയുന്നത് ശരിയല്ല, ഒറ്റ തല്ലിന് കൊല്ലേണ്ട പ്രവൃത്തിയാണ് ചിലപ്പോഴൊക്കെ അവൻ കാണിക്കുക, അല്ലെങ്കിൽ അവൾ കാണിക്കുക. വേദനയോടുകൂടിയാണ് ഇത് പറയുന്നത്. അവിടെ ആ കുട്ടിക്കൊന്നും ചെയ്യാനില്ല. അവന്റെ വികാരത്തിൽ അന്നേരം വന്ന കാര്യമാണ് അവൻ പറയുന്നത്, ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാറ് പറഞ്ഞ പോലെ തെറപ്പികളാണ്. ബിഹേവിയർ തെറപ്പി ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന തെറപ്പികളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ മലയാളം മനോരമ പാട്ട് മത്സരം, മനോരമയുടെ ആണോ എനിക്കറിയില്ല, ഏഷ്യാനെറ്റിന്റെ മറ്റാണ്, അതില് പാട്ട് മത്സരം ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി സർ ഐഡിയ സ്റ്റാർ സിംഗറിലെ സുകേഷ്, ഐഡിയ സിംഗറിലെ ആ കുട്ടി എത്ര ഭംഗിയായിട്ട്, ആ കുട്ടി പാടാനുള്ള ദിവസം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും വന്നിരിക്കും ആ പാട്ട് കേൾക്കാൻ. അവസാനം അതിന്റെ ട്രാജഡി എന്ന് പറയുന്നത്, അയാൾ ഫൈനൽ സ്റ്റേജിലെത്തി, നമ്പർ കിട്ടി, പാടാൻ മൈക്കെടുത്ത് കൊടുത്തു, ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ആ വേദി വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ അമ്മ വീട് ഇപ്പോൾ പാലക്കാടിൽ എൻ്റെ വീടിനടുത്താണ്. അവന്റെ തീരുമാനം അതുവരെ അതായിരുന്നു. ഈ അമ്മയാണ് അവൻ ആ പാട്ട് പഠിപ്പിച്ചിരുന്നത്. അമ്മ ഒരു ചെറു വിരൽ അനക്കിയാൽ അവന് മനസ്സിലാവും എന്താണെന്നുള്ളത്. പക്ഷെ അവസാന ദിവസം അവൻ, ഞാൻ പാടുന്നില്ല, ഒറ്റ വാക്ക്, വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത്തരം സ്വഭാവങ്ങൾ പോലും അവര് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മാതാപിതാക്കൾക്ക് നാം മാനസികമായ സപ്പോർട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. സൊസൈറ്റി അവരെ മാറ്റി നിർത്താതെ അവരോടൊപ്പം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ റീസൺസ് ഒക്കെ സാറ് പറഞ്ഞു. ജനറ്റിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, അത് വളരെ കുറവ് മാത്രമാണ്. സാർ പലതവണ ഊന്നി പറഞ്ഞു, 2 വയസ്സിനകത്തുള്ള ഫോർമേഷനിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന അപകടങ്ങളും മറ്റുമൊക്കെ തന്നെയാണ് ഇതിന് റീസൺ. 100% എന്താണ് റീസൺ എന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഓരോ സാഹചര്യങ്ങളും വ്യത്യസ്തമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് ഇത്രയും അറിവുകൾ തന്ന സാറിന് നന്ദി അറിയിക്കുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ടൈം ഉണ്ടെങ്കിൽ ഒരു കാര്യം അന്വേഷിക്കേണ്ടായിരുന്നു. ഒരു കുട്ടിയുണ്ട്, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഞങ്ങളെ ബന്ധത്തിലുള്ളതാണ്. 5 വയസ്സിൽ അവരെ ദത്തെടുത്തതാ. അവർക്ക് മക്കളിൽ കഴിഞ്ഞിട്ട് ദത്തെടുത്തതാ. അപ്പൊ കുട്ടി ചില കാര്യം ഡിസോർഡറാ, പഠിക്കാനുള്ള കാര്യമാണ് ഇത്. ഇപ്പോഴും കണക്കും 4, 5, 6 അങ്ങനെ ഓർഡറിൽ പറയാനൊന്നും വയ്യ. എന്നിട്ട് ഇപ്പൊ പഠിക്കുന്നത് 4ാം തരത്തിലാ. ഇപ്പൊ 5 വയസ്സിലാണ് ഞാൻ ദത്തെടുത്തത്. ബാക്കി എല്ലാ വീട്ടിലെ പണിക്കൊക്കെ നല്ല ഉഷാറാ, വൃത്തിയാക്കാനും എല്ലാ കാര്യങ്ങളും. പക്ഷെ അവിടെ ബാത്റൂമിലൊന്നും പോയി ക്ലീൻ ചെയ്യില്ല, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ തേച്ചിടും. ഞാൻ തിരുവട്ടം കളിയാ ചെയ്യുന്നു. അത് ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഒരു പഠനം ബ്രെയിൻ സൈഡിലേക്ക് ഇല്ല. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും തെറാപ്പികൾ ചെയ്യണം. നമ്മൾ സാധാരണ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ ഡെയിലി ലൈഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ശീലിപ്പിക്കുമല്ലോ. പക്ഷേ ഈ കുട്ടി വളർന്ന സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു അറിവ് അതിനില്ല. അതിനൊരു സീരിയസ്നെസ് ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട സാഹചര്യത്തിന് ആദ്യം പറഞ്ഞ പോലെ ബ്രെയിൻ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ആ കുട്ടിക്ക് അറിയത്തില്ല. അപ്പോൾ അപ്പം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അത്
ചെയ്യുന്നു. അപ്പൊ അതിനെ അറിയുമ്പോൾ ഇതുകൊണ്ട് നമുക്കൊക്കെ ഭയങ്കര സ്വീകരണവും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ പഠന കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ഇതുള്ളത്. പഠനം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മാത്സ് ഒക്കെ ആണോ അതോ ഏതെങ്കിലും മാത്സ് ഒക്കെയാണ്. അത് അത് ഈ രണ്ടാം തരത്തിൽ നിന്ന് നഴ്സറിയിലാക്കി അങ്ങനെ അങ്ങനെ ഇതാക്കുക. അതാണ് നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ താഴോട്ട്, ആ മൈൽ സ്റ്റോൺ താഴോട്ടാക്കുക. അപ്പോൾ രണ്ടാം തരത്തിൽ നിന്ന് നഴ്സറിയിലാക്കും. നഴ്സറിയിലാക്കുമ്പോൾ നഴ്സറിയിൽ ഒരുപക്ഷെ അതിനേക്കാളും മുമ്പേ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ പിന്നെ അവിടെ പെൻഡിങ് ആണ്. അപ്പൊ നമുക്ക് അതാണ് ഇനിയിപ്പോ എന്ത് ഡെവലപ്മെന്റ് ചെയ്യാൻ ഡിലേ എന്ന് പറയുന്നത്. സാധ്യത ഉണ്ടോ? ഏഹ് ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, നമ്മളത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് വെച്ചാൽ ഒരിക്കലും അത് നേരെയാകത്തില്ല. തെറാപ്പി എവിടുന്നാ എവിടെ സെന്ററിൽ നമ്മൾ കോഴിക്കോട്? എവിടെയാ സ്ഥലം എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് അല്ലേ? ഞാൻ ഡീറ്റെയിൽസ് തരാം കേട്ടോ. എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചേക്കാം. ആ പ്രായം ഇത്ര ആയതുകൊണ്ട് ഇപ്പൊ എത്ര വയസ്സായി ഇപ്പോൾ? 10 വയസ്സായി. 10 വയസ്സ്. 10 വയസ്സ് എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സിലായില്ലേ? ഇപ്പൊ 4ലാണ് കുട്ടി. 4. അപ്പൊ അതനുസരിച്ച് 10 വയസ്സ് വരെയൊക്കെ സാധാരണ ഈ മാക്സിമം 10 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ബ്രെയിൻ ചേഞ്ച് അത്ര എളുപ്പമല്ല, വർഷങ്ങളെടുക്കും. ഇതിന് നല്ല കോസ്റ്റ്ലിയാണ് ഈ തെറാപ്പികളൊക്കെ. അപ്പൊ അത് ചെയ്തെടുക്കാനൊക്കെ പോകും. ഈ ഇങ്ങനത്തെ ഒരു വിഭാഗത്തിൽ ചൂഷണം ഒന്നുമില്ലേ സാധാരണ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെറാപ്പി എന്ന് പറയുന്നത് മാതാപിതാക്കൾ കൃത്യമായിട്ട് എന്ത് തെറാപ്പിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവരും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയാലോ മെഡിക്കൽ കോളേജ്? മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. സുരേഷ് ഡോക്ടർ അത് ചോദിച്ചു നോക്കും. അവിടെ തെറാപ്പി ഉണ്ട്. സാധാരണ കേരളത്തിൽ അത്രയില്ല, പക്ഷേ ഈ AMS എന്നൊക്കെ പറയുന്ന പോലെ ഡൽഹി സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളിലാണ് ഇതിന്റെ സൗകര്യങ്ങൾ ഉള്ളതെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും അന്വേഷിച്ചാൽ അറിയാം. അവർക്ക് ചിലപ്പം കൂടെ ഞങ്ങൾ പോകാറുണ്ട്. TCRCന്റെ വർക്കിംഗ് ഒക്കെ ഉണ്ട്. ആ അതുകൊണ്ട് ഞങ്ങൾ പോകാറുണ്ട്. മീറ്റിംഗ് ഞാൻ ഡീറ്റെയിൽസ് തരാം. ഓ അവിടെ എന്തെവിടെയാ ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം, എത്രമാത്രം ഉണ്ട്. ഇപ്പൊ കുട്ടി നല്ല ഉഷാറാന്ന് പറഞ്ഞല്ലോ, കാര്യങ്ങൾ ചില കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ആ ഭാഗത്തുള്ള ബ്രെയിനിന്റെ, ഇപ്പൊ നമ്മൾ ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറയും ചിലപ്പം, കാൽക്കുലേഷൻ സൈഡിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ പുള്ളിയുടെ ബ്രെയിനിന്റെ ആ സൈഡിലുള്ള ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആ പ്രോസസ് പുസ്തകമൊക്കെ വളരെ ചീത്തയാക്കിയിടും. പുസ്തകമൊക്കെ ശരി നല്ലോണം കൊണ്ടു നടക്കണ്ടേ, അത് ചെയ്യില്ല. പുസ്തകമൊക്കെ നല്ലോണം പൊതിഞ്ഞൊക്കെ കൊണ്ടുപോകും. ചീത്തയാക്കും, കുത്തി വരച്ച് കുത്തി വരയ്ക്കും. അപ്പൊ അതൊക്കെ കുട്ടിക്കാലത്തുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ചെയ്തു നോക്കണം. കാരണം ചെയ്യാതിരിക്കരുത്. കാരണം ചെയ്തിരുന്ന പിന്നെ ഒരിക്കലും വരുന്നതാണോ അല്ലെങ്കിൽ അവരെ വളർച്ചയിലോ? അതെ. അതാ ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ അവരെങ്ങനെയാ വളർന്നതെന്ന് അറിയത്തില്ലല്ലോ. അവർ വളർന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബാക്ക് ഹിസ്റ്ററി ഇല്ലല്ലോ. അവർ ഏത് സാഹചര്യത്തിലാണ് വരുന്നത്, എന്തൊക്കെ സൗകര്യങ്ങൾ അവർക്ക് കിട്ടി. അപ്പം നമ്മളുടെ മക്കൾ ഓരോ സ്റ്റേജ് വളർന്നു വരുമ്പോൾ നമുക്കറിയാതെ ഇന്ന കുറവുകളും ഇന്ന കുഴപ്പം, അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ വെച്ച് മാനേജ് ചെയ്യും. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അനാഥാലയത്തിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ചില നല്ല ഉത്തരം പറയാ, അതാണ് കാര്യം. ഏ ഞാനൊരു കാര്യം ചോദിച്ചേ ഒന്ന് മറുപടി പറയുന്നു, അത് പറയാതെ വേറെ ഏതൊക്കെ എന്നോട് ചോദിക്കുക. അത് ശരി. അപ്പൊ ബുദ്ധിപരമായിട്ട് കൊച്ചിന് ആൻസർ പറയാൻ അറിയാം. അത് സ്കിപ്പ് ചെയ്ത് അതാണ്. എന്തായാലും ഞാൻ നോക്കട്ടെ. ശരി, ഓക്കെ. വേറെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറയൂ. ജോർജ് സാർ, അജിത് സാർ, ജോഷി സാർ, അനിൽകുമാർ സാറേ പറയും. സാറ് എന്തായാലും ഞാൻ ചുമ്മാ ചെറുതായിട്ട് കേട്ടിട്ടുള്ളൂ, ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഓട്ടിസത്തെ കുറിച്ച്. നല്ല രീതിയിൽ ചർച്ച കേൾക്കാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല. പക്ഷെ എങ്കിൽ പോലും സാർ ഇതിനെപ്പറ്റി നല്ല വിശദമായിട്ട്, ഞാൻ അത് കേട്ടിട്ടില്ലാത്ത, എൻ്റെ അറിവിലില്ലാത്ത സാർ ഒത്തിരി കാര്യങ്ങൾ ഈ ഓട്ടിസത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഓട്ടിസം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ റിയലായിട്ട് ആളെ കാണുന്നത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഈ സുകേഷ് എന്ന് പറഞ്ഞ പയ്യൻ്റെ കാര്യമാണ്. ആ പയ്യൻ, അവൻ്റെ കൂടെ അവൻ്റെ അമ്മ കൂടെ കയ്യിൽ എപ്പോഴും കാണും. അമ്മ അടുത്ത് പിടിച്ചോണ്ടാണ് അവൻ നിൽക്കുന്നത്. അമ്മയെ തൊട്ടടുത്ത് വേണം. അവന് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ അവൻ ഇറങ്ങി പോവുകയും ചെയ്യും. എന്നാൽ ആ കാര്യത്തിൽ, പാടുന്ന കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധാലുവാണ്. അത് നല്ലതുപോലെ പിക്കപ്പ് ചെയ്ത് പാടുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് പാടുന്നു. പക്ഷെ അത് ലാസ്റ്റ് അവസാനം അതിൻ്റെ അവസാന ദിവസം അവനെ പിണങ്ങി, അമ്മയോടും അവരോട് എല്ലാവരോടും പിണങ്ങി അവത് പാടാൻ കഴിയാതെ പുള്ളി പോയിക്കളഞ്ഞു. അപ്പം ഇതൊക്കെ ഒത്തിരി വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്.
അപ്പം ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. സാറോട് പറഞ്ഞ പോലെ ഈ ശ്രദ്ധക്കുറവ് വളരെ കാര്യമാണ്. പിന്നെ അവനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് അവസാനം പാടി അത് പ്രൈസ് വാങ്ങണം എന്നുള്ളത് ചിന്താഗതിയൊന്നും അവരിലേക്ക് വരുന്നില്ല. അപ്പം അതും അതിൻ്റെ ഒരു വൈകല്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ബുദ്ധിപരമായ വൈകല്യം, ശ്രദ്ധക്കുറവ്, ഇതെല്ലാം ഇതിനോട് ചേർന്നുണ്ടെന്ന് സാറ് തന്നെ എടുത്തു പറയുകയും ചെയ്തു. അതിൽ നിന്ന് ആ പയ്യനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ അത് മടി അവനെ ഒരു കൂടപ്പുറപ്പാണ്. അവൻ ആരോടും വലിയ കോണ്ടാക്റ്റ് ഇല്ല, സമൂഹത്തിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കും, അവരുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവൻ്റെ അമ്മ തന്നെ ഈ പയ്യൻ്റെ കാര്യമാണ് അമ്മ തന്നെ പറയുന്നതാണ്. ചിലപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അപ്പം അത് വളരെയധികം ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വളരെ വളരെ സപ്പോർട്ട് അവന് കിട്ടേണ്ടതായിട്ടുണ്ട്. അവൻ്റെ ഇൻട്രാക്ഷൻസ് പഴയ പോലെ സാറിവിടെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലങ്ങളാണെങ്കിൽ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നപ്പം അതായത് സഹോദരങ്ങളായിട്ടും സഹോദരിമാരായിട്ടും ഒത്തിരി പേരുണ്ട്. ഇപ്പം അതില്ലല്ലോ, ഒറ്റപ്പെട്ടതല്ലേ. അപ്പം അതുകൊണ്ട് അവന് ഇൻട്രാക്ഷൻസും വളരെ കുറവാണ്. മറ്റുള്ളവരെ അവന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും താല്പര്യമില്ല. ഇതെല്ലാം സാർ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അവനതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാർ വളരെയധികം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എടുത്തെടുത്ത് തോന്നിയ ഒരു കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. സാർ നല്ല രീതിയിൽ ഈ കാര്യത്തെപ്പറ്റി വാചാലനായി എല്ലാ ആശയങ്ങളും എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാ ആശംസകളും. നല്ലൊരു ടോക്കായിരുന്നു ഇതിനെപ്പറ്റി. അല്ല, ഇത്രയോടെ എനിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് സാറേ. നമ്മളത് ഇനിയുള്ള കാലത്ത് ഇപ്പം നമ്മൾ പറയത്തില്ലേ 1/68 എന്നൊക്കെ പറയുന്നതിൻ്റെ റേഷ്യോ അമേരിക്കയിലൊക്കെ 1/25 24 വന്നു. ഇപ്പം 24 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ആകുന്നു എന്ന് പറയുമ്പോൾ അതേപോലത്തെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ സ്ക്രീൻ ഇതിനൊന്നും നമുക്ക് ഒരു പ്രതിവിധിയില്ല. ഇപ്പം നമ്മൾ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ മറ്റൊരു വേർഷനാണെന്ന് മാത്രം. അത്ര അപകടകാരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും ഇതേപോലെ തന്നെ അപകടകാരിയാണ്. അപ്പം ഇതിനെ മാനേജ് ചെയ്യാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇതൊരു വലിയ ശ്രദ്ധയാണ്. കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത് 2 വയസ്സിലുള്ള കുട്ടികൾക്ക് 2 വയസ്സ് വരെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കാനേ പാടില്ല. സ്ക്രീൻ കാണിക്കാൻ പാടില്ല. മൊബൈൽ, TV സ്ക്രീൻ, അതൊക്കെ പുതിയ ഇൻസ്ട്രക്ഷനാണത്. അതാണ് പറഞ്ഞ വെർച്വൽ ഓട്ടിസം എന്നുള്ള ഒരു ക്ലാസ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ടിൽ കുട്ടികളെ 2 വയസ്സ് വരെ ഒരു കാരണവശാലും സ്ക്രീനും അത് മറ്റു കോള് പോലും വാട്സപ്പ് കോള് പോലത്തെ കോളുകൾ പോലും കുട്ടികളെ കൊടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതിന് ശേഷം പിന്നെ ഓരോ വർഷം വരുന്നതനുസരിച്ച് അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ എന്ന് പറയുന്ന ടൈമിലേക്ക് കുട്ടികളുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പക്ഷേ ഇൻസ്ട്രക്ഷൻ അല്ലാതെ ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ സാധനം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അങ്ങനത്തെ ഇതൊക്കെ ഏറ്റവും എളുപ്പമാണ്, കുട്ടികളെ അടക്കി ഇരുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ADHD എന്ന് പറയുന്ന അതിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു മൂഡിലേക്ക് അവർ മാറും. അപ്പം അത് വലിയൊരു പ്രോബ്ലമാണത്. ഇപ്പോൾ നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ സ്റ്റോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയുടെ കയ്യിൽ ഇതുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അവർക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട്. പക്ഷേ അവരുടെ ബ്രെയിനിൻ്റെ തലം നമ്മുടെ പ്രായമുള്ളവർ ഉപയോഗിച്ചാൽ ഇങ്ങനെ തന്നെയാണ്. ശാരീരികമായി അധ്വാനിക്കുന്നതിനേക്കാളും ക്ഷീണമാണ് മണിക്കൂറുകൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ മൊബൈലിൻ്റെ മുമ്പിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ ക്ഷീണമെന്നൊന്നും നമുക്ക് പ്രവചിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഭയങ്കരമായിട്ടൊരു ക്ഷീണമാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല. ജോർജ് സാറേ പറ. താങ്ക് യു സാർ. സാറിൻ്റെ ഇന്നത്തെ പ്രസൻറ്റേഷൻ ഓട്ടിസത്തെ കുറിച്ച് ഒത്തിരി അറിവുകൾ പകർന്നു തരുന്ന. ഓട്ടിസം ഒരു പ്രശ്നമാണ്, ഒരു സ്വഭാവ വൈകല്യമായി പ്രകടമാകുന്ന ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ ഇത്രത്തോളം അതിൻ്റെ ആഴവും പരപ്പും സാറിൻ്റെ വാക്കുകളിലൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ കാരണം സാറ് പറഞ്ഞ നേച്ചർ ആൻഡ് നർച്ചർ രണ്ടും ഒരുപോലെ ഉണ്ട് എന്നാണല്ലോ സൂചിപ്പിച്ചത്. നർച്ചറിൽ ആണ് നമുക്ക് റോള്, ദാറ്റ് മീൻസ് അതെ മാതാപിതാക്കളുടെ ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന കാര്യം ശൈശവകാലത്ത് 2 വയസ്സ് വരെയുള്ള കാലം അവരുടെ കൂടെ കഴിയാൻ പറ്റുക, കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുക. പക്ഷെ മാതാപിതാക്കൾക്ക് എവിടെ സമയം?
എല്ലാവരും പ്രശ്നത്തിലാണ്, തിരക്കിലാണ്. കുട്ടിയെ KG ക്ലാസ്സിൽ മുതലേ കുട്ടിയും പ്രഷർ കൊടുക്കാനായിട്ടുള്ള ഒറ്റപ്പാടില്ല. ഈ തിരക്കുകളുടെ ഇടയിൽ കുട്ടിയെ സ്നേഹിക്കാനോ സ്നേഹം എന്തെന്ന് അറിയാനോ കുട്ടിക്ക് അവസരമില്ല. അപ്പൊ പിന്നെ കുട്ടി സങ്കേതം പ്രാപിക്കുന്നതും കുട്ടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മാതാപിതാക്കൾ തേടുന്നതുമായ ഒരു മാർഗമാണ് ഈ മൊബൈലും TV. അത് ഈ കാർട്ടൂണൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ അവിടെ അടക്കിയിരുത്താൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്താന്ന് തോന്നും പലതും. അവർ വളരെയധികം സമയം ചെലവഴിക്കും. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരിച്ചു പറയത്തില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അവർ ആ, കണ്ടുകൊണ്ടിരിക്കും. ആ, അവർക്ക് പറയാൻ ഉള്ള ഒരു കപ്പാസിറ്റി അതിൻ്റെ അകത്തില്ല. എന്നാൽ ആ കാർട്ടൂണൊക്കെ ഒന്ന് മാറ്റി പേരൊക്കെ ചോദിച്ച് തിരിച്ചു പറയുന്ന രീതിയിലാണ്. പക്ഷെ അവരത് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ മാറുന്നതനുസരിച്ച് അവരുടെ ബ്രെയിനും അതേപോലെ തന്നെ ആയിപ്പോകും. പിന്നെ അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കാണാൻ മാത്രമേ അറിയാം. ഒരു മായാ ലോകത്ത് അവരുടേതായ ഒരു ലോകത്തെ സൃഷ്ടിച്ച് അവരതിൽ കൂടെ മാത്രമേ കാര്യങ്ങൾ കാണത്തുള്ളൂ. അതെ അതെ അതെ, ഒരു പുതുലോകം സൃഷ്ടിക്കപ്പെടും. ആ, അത് തന്നെയാ പറയുന്നത്. പുതിയ ഒരു ചിന്തകളിലൂടെ അവിടെ അതൊരു രോഗമായിട്ടൊന്നുമല്ല, ഇതൊരു പുതിയ ചിന്തയുടെ പാതയാണ്. അത് അവർക്ക് അവരുടെ ഒരിക്കലും കപ്പാസിറ്റിയിൽ അവർ ചിന്തിക്കും. ഒരു സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് യാദൃശ്യമായിട്ട് ഒരു പോലീസുകാരനെ ഇതേപോലെ അയാൾ എന്നോട് പറഞ്ഞു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ, അവൻ എന്നെ ചവിട്ടും ഇടിക്കുകയൊക്കെ ചെയ്യാൻ വരുന്ന കണ്ടാൽ ഞാൻ കുതിര മാറിയില്ല എങ്കിൽ ചിലപ്പോൾ തീർന്നു പോകുന്ന വിധത്തിലുള്ള ചവിട്ടൊക്കെ ചിലപ്പോൾ വരുന്നു. അത് നല്ല ആരോഗ്യം, നല്ല ആരോഗ്യം. എപ്പോഴാണ് എന്തിനാണെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റില്ല എന്നത്. അവർക്ക് സ്നേഹം, വാത്സല്യം ഇതൊന്നും പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ആ, അതെ 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 അതെ. അവർക്ക് ആ ലോകത്തിൽ നിന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അവർ റിയാക്ട് ചെയ്യും. പെട്ടെന്ന് അവിടെ ലോജിക്കില്ല. പിന്നെ യാതൊരു യുക്തിക്കും സ്ഥാനമില്ല അവിടെ. ഇങ്ങനെ ഒരു അവസ്ഥ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് സൊല്യൂഷൻ? ഒന്ന്, ഇതിനെ തെറാപ്പിയിലൊക്കെ ഭയങ്കര ഫീസ്, ഒരു മാസം മിനിമം ഒരു 20,000 റേഞ്ച്. പിന്നെ ഇതിന് തന്നെ സെഷന് തന്നെ, അല്ലാതെ തന്നെ താമസിക്കുക. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊന്നും ഇതില്ലല്ലോ. അപ്പോൾ അവിടെ പോയി താമസിക്കണം, ആ ചെലവുകൾ, പിന്നെ ജോലി ഉണ്ടെങ്കിൽ ജോലി മാറണം. അങ്ങനെ എന്തൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നോട് ഒരു പാർട്ടി പറഞ്ഞു, ഒരു ദിവസം 1 മണിക്കൂർ സമയമാണ്, ഒരു 18 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം. അത് കഴിഞ്ഞാൽ ഈ 1 മണിക്കൂറിന് ഒരു മാസം 22,000 രൂപ അവർ ചാർജ് ചെയ്യും. 35,000 രൂപ വേണം എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഒരു വീട് പണിയാനുള്ള കാശ് ഈ 3 വയസ്സുകൊണ്ട് 4 വയസ്സ് മറ്റായി ഒരു കൊച്ചു പയ്യന്റെ കാര്യം എന്നോട് പറഞ്ഞു ഒരിക്കൽ. സത്യം. അത് പലരും വിദേശത്തൊക്കെ ജോലി ഉണ്ടായിട്ട് ഇവിടെ ലീവിന് വന്ന്, കാരണം ഇത് വേറെ മാർഗ്ഗമില്ല. പിന്നെ ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. അതാണ് ഇയർലി ഡിറ്റക്ഷൻ, ഇയർലി ക്യൂർ. ഇല്ലെങ്കിൽ പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അവർ പറയണ കേട്ടോ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ചില സെന്റൻസ് മാതാപിതാക്കളും കൂടെ കണക്ട് അങ്ങനെ ചെയ്താൽ ഇൻവോൾവ്ഡ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഈ നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങളെ കൃത്യമായിട്ട് സോർട്ട് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ നമ്മൾ ബട്ടൺസ്, നീല ചുമല ബട്ടൺസുകളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നീലയൊക്കെ മാറ്റാൻ പറയും. അപ്പൊ വീട്ടിൽ വരുമ്പോൾ അതിന് പകരം പച്ചക്കറികൾ, പല കളറുള്ള പച്ചക്കറികൾ ഇട്ടിട്ട് ആ കറി അതെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ അങ്ങനെ ജനറൽ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ആ കാര്യങ്ങളെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് മാതാപിതാക്കൾക്കല്ലേ പറ്റുള്ളൂ. മറ്റേത് ഒരു മോഡൽ കാണിക്കാനേ പറ്റുള്ളൂ. അത് ഇവിടെ അതിന് പ്രായോഗിക തലത്തിൽ അതിനെ കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ അവർ കുട്ടികൾ തിരിച്ചറിയും. ഇപ്പം പലതരത്തിലുള്ള പഴങ്ങളാണെങ്കിൽ പലതരത്തിലുള്ള പഴങ്ങൾ നിരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആപ്പിൾ എടുക്കണം, ഓറഞ്ച് എടുക്കണം, തക്കാളി എടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്കപ്പം അങ്ങനെ വൺസ് അത് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റ് ആവും. അങ്ങനെ എടുക്കാത്തത്തോളം സമയം ആ സമയത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും വന്ന് കിടക്കുന്നത്. അത് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. സന്തോഷം, പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു സർ. പിക്ചർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് വളരെ കാലികമായ പ്രസക്തി അർഹിക്കുന്ന ഒരു സംഗതിയാണ്. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം എന്നുള്ള നിലയിൽ UN പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. സാറിന്റെ എഴുത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പോ അതിനോട് ചേർന്നുള്ള ദിവസം തന്നെ സാറ് ഈ വിഷയത്തെ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് തികച്ചും ഉചിതമാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും.
ഇന്ന് വളരെയേറെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒരു രോഗമാണിത്, അല്ലെങ്കിൽ അവസ്ഥയാണ്. എല്ലാ രോഗങ്ങളും വിഷമകരം തന്നെയാണ്, തർക്കമൊന്നുമില്ല. എന്നാൽ പുലയനാൻ സാറ് ആദ്യം പറഞ്ഞ ഒരു കാര്യം, ഇതനുഭവിക്കുന്ന കുടുംബങ്ങളിലെ പേരൻസ് ഒന്നാമതായി അനുഭവിക്കുന്ന ഇതാണ്, ഞങ്ങളുടെ കാലശേഷം ഇവരെ ആര് മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പനും അമ്മയ്ക്കും അതിനോടൊരു ധാർമ്മിക ബോധം ഉള്ളത് കൊണ്ട് ഇപ്പോൾ പരിപാലിക്കും. പക്ഷെ അവർക്ക് ശേഷം ആര്, അവരാ ഒരു ടെൻഷനില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഈ MR അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡർ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ചില കുടുംബങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. അതിൽ തന്നെ പലതരമുണ്ട്, മെലങ്കോളിക്ക്, ആ ടൈപ്പ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ട ഒരു സംഗതി കുറച്ചുകൂടെ ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു വിഭാഗമാണ് വാസ്തവത്തിൽ ഓട്ടിസം. ചിലരെ കണ്ടാൽ മന്ദബുദ്ധിയാണെന്നൊന്നും തോന്നില്ല, അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ചിലര് വളരെ ഹൈപ്പർ ആക്റ്റീവായിരിക്കും, ചിലര് ഒതുങ്ങിയിരിക്കും. ഇങ്ങനെ ഇത് ഒരു പ്രത്യേക തരത്തിൽ ആളുകളെ ബാധിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഈ പറഞ്ഞ ആദ്യം മുമ്പേ ഒരു ആന്റി ചോദിക്കുകയുണ്ടായി, എടുത്ത് വളർത്തിയ ഒരു കുട്ടിയില് ഇങ്ങനെ കാണുന്ന ഒരു പ്രതിഭാസം. എന്നാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില നല്ല കുടുംബങ്ങൾ, ഞാൻ ആളിന്റെ ഒന്നും പേര് പറയുന്നില്ല, നല്ല പ്രഗത്ഭ വ്യക്തികളുടെ മക്കളുണ്ട്. അവരൊക്കെ വളരെ വിഷമത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പില്, ഞാനൊരു ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പ് 2 ഗ്രൂപ്പില് മെമ്പറാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇത്തരം കേസിന്റെ പേരൻസ് പലപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്ന വാചകങ്ങളും കേട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ നാട്ടുകാരും ഉണ്ട്. അപ്പോഴേ ഇത് ഇപ്പൊ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഉലകന്നാൻ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വളരെ കൃത്യമായി ഇപ്പോഴും ഇതിൻ്റെ കാരണങ്ങൾ നിർണയിക്കാൻ പിടി തന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ കൃത്യമായി ഒരു ചികിത്സയോ പരിഹാരമോ കണ്ടെത്താൻ പറ്റാതെ പോകുന്ന പരിതാപ അവസ്ഥ. എന്നാൽ ചിലത് ശരിയാകും കേട്ടോ. ചില കേസുകൾ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ വളരെ അത്ഭുതകരമായി ഇതിൽ മാറ്റം വരും. ഈ ചിലർ വളരെ വയലന്റ് ആയിട്ടൊക്കെ പെരുമാറുന്ന ആളുകൾ വളരെ കാമായ രീതി ഉണ്ടായിട്ടുണ്ട്. ഇത് പല പ്രകാരത്തിലാണ്. അതുകൊണ്ട് മുമ്പ് സാർ അത് പലവട്ടം സൂചിപ്പിച്ചു, നമ്മൾ വിട്ടുകളയുകയല്ല ചെയ്യേണ്ടത്. വിദഗ്ധ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിനുള്ള വിധത്തിൽ അത് പിന്നെ വിധേയമാക്കണം. വിട്ടുകളഞ്ഞാൽ അതിന് പിന്നെ പരിഹാരം ഉണ്ടാവില്ല. അപ്പൊ അത് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഉയർന്ന സാമ്പത്തിക ചെലവ്. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുര്യോഗാവസ്ഥ. ഒരു സാധാരണക്കാരന് സ്വന്തം ജീവിതത്തെ ഒന്ന് കൂട്ടുമുട്ടിച്ചുകൊണ്ട് പോകാൻ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഇവിടെയാണ് നമ്മുടെ അധികാരികൾ, ഭരണ ചക്രം തിരിക്കുന്നവരുടെ ബോധം തെളിയേണ്ടത്. അവർക്ക് ഓട്ടിസത്തെക്കാൾ വലിയ രോഗം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവര് വിട്ടുപോവുക ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പത്രമോ മാധ്യമങ്ങളോ എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ആകെപ്പാടെയുള്ള 2 വിഷയങ്ങൾ, ഒന്ന് എമ്പുരാനും ഒന്ന് വഖഫുമാണ് എന്ന് ചിന്തിച്ച് കുറെ പേരങ്ങ് കയറി അതിനു വേണ്ടിയിട്ട് അങ്ങ് മരിച്ച അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇത്തരം കാര്യങ്ങൾ, ഇന്നലെ ഓട്ടിസ അപവാദ ദിനമൊക്കെ ആചരിക്കും, മന്ത്രിയൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യനെ സഹായിക്കാൻ അതിന് APL-ഉം BPL-ഉം ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇതിനുള്ള ബോധം എന്ന ആളുകൾക്ക് തെളിയും. നമ്മളെ പോലെയുള്ള ആളുകളെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ
കിട്ടുന്ന വേദികളിലും ഒക്കെ ഇതൊന്ന് പറയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകളൊക്കെ അതിനുവേണ്ടി വളരെ വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തനങ്ങളൊക്കെ എത്രയാണ്, ഒരറ്റത്ത് വരെയല്ലേ എത്തുള്ളൂ. തീർച്ചയായിട്ടും അതിലേക്കൊരു വിരൽ ചൂണ്ടാനായിട്ട് നമുക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ പഠിക്കുക എല്ലാവരും. ഇത് കൂടുതൽ നമ്മുടെ ഈ യൂട്യൂബില് അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിന്റെ വിവിധ കാര്യങ്ങൾ കിട്ടും. നമുക്കൊരു അറിവെങ്കിലും ഉണ്ടായാൽ മറ്റുള്ളവരെ അത്യാവശ്യം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സഹായിക്കാൻ പറ്റും. ഈ തൃശ്ശൂരടുത്ത ഒരു സെന്റർ ഉണ്ട് കേട്ടോ. CMI ഫാദേഴ്സ് ആണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവരവിടെ പാർപ്പിക്കും. വലിയ വയലൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് അവിടെ അവിടെ ഫീസില്ല. അത്യാവശ്യം പഠിപ്പിക്കും. അവര് ഈ പറയുന്ന പോലെ ചില പരിശീലനങ്ങളൊക്കെ അവർക്ക് നൽകിക്കൊണ്ട് മിക്കവാറും ആളുകള് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില്ലറ അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ കൊച്ചിനെ അവിടെ ആക്കിയിട്ടുണ്ട്. അവര് അവിടെ ഫീസൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഒരു നിശ്ചിത എമൗണ്ട് ഒക്കെ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അവരതൊന്നും ചോദിക്കുകയൊന്നുമില്ല, അങ്ങനെ കൊടുക്കാം. പക്ഷെ 10ാം ക്ലാസ് കഴിയുന്ന അവർക്ക് അവിടെ പിന്നൊരു തൽക്കാലം സ്കോപ്പ് ഇല്ല, അവിടെ നിന്ന് കൊണ്ടുപോരേണ്ടി വരും. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരുടെ നമ്പറോ അഡ്രസ്സോ ഒക്കെ സംഘടിപ്പിച്ചു തരുന്നതിനും വിരോധമില്ല. ഓക്കെ ബൈ സാറേ, എല്ലാവിധ മംഗളങ്ങളും. ഓക്കെ സാർ, താങ്ക് യു. സാർ എന്തോ പറയാൻ വന്നായിരുന്നു? ഞാൻ പറയട്ടെ സാർ? കുട്ടികൾ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആ, ഈ കുട്ടികൾക്ക് പിക്ചർ എക്സ്ചേഞ്ച് തെറപ്പി എന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ അവര് വളരെ വലിയ കുട്ടികളല്ല, അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയാൻ അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ അച്ഛനമ്മ അവര് ചിത്രങ്ങൾ വെട്ടി നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ആ ചിത്രത്തിൽ പോയി അവര് കൈവച്ചിട്ട് അതെടുത്ത് കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് പറയാൻ കഴിയുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ അവർ ഈ പിക്ചർ തൊടിയിച്ചിട്ട് പിക്ചർ എടുത്ത് കാണിച്ചിട്ടാണ് അവരത് സാധിക്കുന്നത്. അങ്ങനെ അമ്മ ആ പിക്ചർ എടുക്കുമ്പോൾ ആ കുട്ടിയെ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അത് അവന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേരും പതുക്കെ. ഇത് ഈ ഒരു ഷോ ഇത് കുറെ പലതരം കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ അയാളുടെ ബ്രെയിൻ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് സാറ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, കൂട്ടുകുടുംബത്തിലാകുമ്പോൾ പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം സംസാരിക്കാൻ ഓരോ നിമിഷവും ആളുണ്ട്. ഇവിടെ ഒരു സെൽഫ് സ്പീച്ച് തെറപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലി നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെയും ബോധ്യം. അത് ചെയ്യുന്നുണ്ട്. അവരെ സെൽഫായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിക്ചർ എക്സ്ചേഞ്ച് തെറപ്പി എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ സർ, മാഡം പറഞ്ഞോളൂ. സാർ, ഞങ്ങള് ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ ടീച്ചേഴ്സിന് BRC സർവശിക്ഷ അഭിയാന്റെ കീഴില് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്. അവർ ഇത് സ്പെഷ്യലായിട്ട് പഠിച്ചവർ. അവർ സ്ഥിര നിയമനമല്ല, ഓരോ വർഷത്തേക്കും എടുക്കുന്നത്. അവർ സ്കൂളുകൾ സന്ദർശിക്കുകയും ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ശനിയാഴ്ച ഞങ്ങളുടെ സെന്ററിൽ വരാൻ പറയും. അവിടെ ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ചില കുട്ടികളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിന്റെ ട്രെയിനറായിരുന്നു. അത് ഞാൻ സ്കൂളിൽ ഞങ്ങൾ സ്ഥിര നിയമനം. മറ്റവരങ്ങനല്ല, സ്പെഷ്യൽ ടീച്ചേഴ്സ്. അവർ കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ, MR അങ്ങനെ 3ആയിട്ടായിരുന്നു തിരിച്ച്. ആ MRൽ ഇവരും വരും. ഓട്ടിസം ഉള്ള കുട്ടികളും ഒക്കെ കൊണ്ടുവരും. ശനിയാഴ്ച കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ച് ഇവർക്ക് കഴിവിനനുസരിച്ചുള്ളത് കൊടുക്കും. ഈ കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയും അവർക്ക് പരീക്ഷയ്ക്ക് ഇപ്പം SLC ഒക്കെ എഴുതാൻ നേരത്ത് സ്ക്രൈബിനെ വെച്ച് എഴുതിക്കുകയും അങ്ങനെയൊക്കെ കുട്ടികൾ പരീക്ഷയൊക്കെ എഴുതുന്നുണ്ട്. അവർക്ക് സാധാരണ കുട്ടികളാണ്. അവർക്ക് ഇതുപോലെ ഒരുപാട് ഫീസ് കൊടുത്തു വിടാനൊന്നും കഴിവുള്ളവരല്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് തലത്തിൽ അത് കൊടുക്കുന്നുണ്ട്. MR എന്നാണ് പറയുന്നതിൽ ഇവരെയും കൊണ്ടുവരാറുണ്ട്. ഓട്ടിസം കുട്ടികളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് +2 ഒക്കെ കഴിഞ്ഞ് അവനിപ്പോൾ
ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട്. അവന് 10ലൊക്കെ സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷ എഴുതിച്ചത്. മറ്റവരെ പോലെ ആകത്തില്ല, എന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു കഴിവ് ഈ ടീച്ചേഴ്സ്, ഈ സ്പെഷ്യൽ ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ എയ്ഡഡ് അല്ല, അൺഎയ്ഡഡ് സ്കൂളും ഉണ്ട്. അവിടെയും അവർ ഇതുപോലുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വെക്കാറുണ്ട്. ഇത്തരം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു 10 പേരെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഈ സ്പെഷ്യൽ ടീച്ചറിനെ വെച്ച് ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ക്ലാസ് കൊടുക്കാറുണ്ട്. അതിലൊരു ഡോക്ടറുടെ മോനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ ജോലിക്ക് പോകാതെ നിന്ന് അവൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അമ്മയെ കൂടെ ഇരുത്തുമായിരുന്നു. ഇപ്പം ഞങ്ങൾ അമ്മയെ കൂടെ ഇരുത്താതെ ഈ സ്പെഷ്യൽ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയാണ് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലും ചെറിയ രീതിയിലുള്ള പുരോഗതിയൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ സർ. ഓക്കെ മാം, താങ്ക് യു. ആ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാറേ, ഞാൻ എൻ്റെ കൊച്ചുമോനെ പറ്റി ഒന്ന് പറയട്ടെ സാറേ. പറയൂ. എൻ്റെ മോൻ്റെ മൂത്ത കുട്ടിക്ക് ഇതുപോലെ സാറ് പറഞ്ഞ പോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ വണ്ടികളൊക്കെ അടുക്കി വെച്ച് ആരെയും ഡിസ്റ്റർബ് ചെയ്യരുതും, ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ എന്തെങ്കിലും കാർട്ടൂൺ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് അവന് തോന്നുന്ന സമയം സോഫയിലെങ്കിൽ സോഫ, അല്ലെങ്കിൽ കസേരയെങ്കിൽ കസേര, ബെഡെങ്കിൽ ബെഡ് നിന്ന് തുള്ളുമായിരുന്നു. ഭയങ്കര ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മക്കൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ട് അവർ പല തെറാപ്പി സെന്ററുകളിലും കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് പറയുന്നത് ഈ കുട്ടിക്ക് നിങ്ങൾ പറയുന്ന ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഇല്ല. ആ കുട്ടികളോടൊപ്പം ഈ കുട്ടിയെ ഇരുത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും എന്നൊക്കെ പറഞ്ഞ് അവര് പല സ്ഥലത്ത് കൊണ്ട് കാണിച്ചു. സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും അവരിങ്ങനെ തന്നെ പറഞ്ഞ. പിന്നെ പീഡിയാട്രീഷ്യന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവരെ കാണിക്കുന്ന പീഡിയാട്രീഷ്യന്റെ ഒക്കെ ചെന്നപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവന് സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ ഇവന്റെ എല്ലാ സ്വഭാവം മാറ്റം വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴ് കുഴപ്പമെന്ന് പറയാനെന്ന് പറഞ്ഞാൽ അവന് ഇന്ററാക്ഷൻ കുറവാണ്. മൊബൈൽ അഡിക്ഷൻ ഉണ്ട് ഇപ്പം. പക്ഷെ ഈ സാധാരണ കുട്ടികളെ പോലെ ഗെയിം മാത്രം വെച്ചോണ്ടിരിക്കില്ല. ഭയങ്കര നോളജ്, അതായത് നമുക്ക് സ്പേസിനെ പറ്റിയും ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചോദിച്ചാലൊക്കെ നമുക്കറിയാത്ത പോലും അവൻ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, പഴത്തിന്റെ കളറ് കാണുന്നത് അവനിപ്പം 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുക, വെളിയിലാണ്, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. പക്ഷെ പഴത്തിന്റെ മഞ്ഞ കളറ് കാണുന്നവന് ഒരു ഭയം പോലെയാണ്, പേടി. അത് കാരണം കിച്ചണിലേക്ക് വരില്ല. കാരണം വന്നാലും ഇങ്ങനെ ആദ്യം അവിടെ നേരെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കിച്ചണിലേക്ക് വരുവുള്ളൂ. അത് കാരണം ഞങ്ങള് അതൊക്കെ മാറ്റിക്കളയും. മഞ്ഞ കളറിനോട്. അല്ലാതെ പഴം എല്ലാ പഴവും അതോ മഞ്ഞപ്പഴം മാത്രം? മഞ്ഞപ്പഴം. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും അവൻ ഇത് കഴിക്കുകയില്ല. നമ്മൾ ജ്യൂസ് അടിച്ചു കൊടുത്താൽ അത് ഞാൻ കമ്പൽസറി ജ്യൂസ് ലീവിൽ വരുമ്പോഴെല്ലാം ജ്യൂസ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇഷ്ടമായിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷെ പഴത്തിൻ്റെത് ഇഷ്ടമല്ല. പഴത്തിന്റെ കളറ് കാണുന്നവന് ഇഷ്ടവേ അല്ല. പഴത്തിന് മാത്രമല്ല, വേറെ മഞ്ഞ കളറിന് കുഴപ്പമില്ല, പഴത്തിന് മാത്രമേ. പഴത്തിനാണ് ഇത്. അല്ലാതെ നമ്മുടെ ഡ്രസ്സിനോ അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും കുഴപ്പമില്ല. പഴം കാണരുത്, ഇത് നമ്മുടെ ഏത്തപ്പഴവും കാണരുതും കൊച്ചുപഴവും കാണരുതും ഒന്നും കാണരുത്. സദ്യക്കൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ പഴം വിളമ്പുന്ന സദ്യ അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതങ്ങനെ. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഹാർട്ടാണ്, അതായത് പെട്ടെന്ന് സങ്കടം വരും. അന്നേരം ഇനിയിപ്പോ അത് തിരിച്ച് വരാൻ എന്താ ചെയ്യേണ്ടത് സാറേ? പഴത്തിനോടുള്ള ഇഷ്ടക്കുറവ് മാറ്റിയെടുക്കാൻ. പഴത്തിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പഴം സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സാറേ പോയോ? സാർ ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും സാർ. ഈ ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ് അതിന് ചെയ്യാവുന്നത്. സ്ഥലം എവിടെയാ മാമിന്റെ സ്ഥലം എവിടെയാ? ആലപ്പുഴ. ആലപ്പുഴ. അവര് കുട്ടികളും കുടുംബമായിട്ട് സൗദിയിലാണ്, അബുദാബിയിൽ. സാർ പറയും, ഞാൻ പറയാം.
ഓക്കെ. സാറ് അവൻ അതിനോട് ഭയം തോന്നാൻ ഒരു അസംഷനിലേക്ക് ഞാൻ വരാം. ഈ ചില പഴങ്ങളില് പുഴു, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ വാഴപ്പഴമാണെങ്കിലും ചിലപ്പോൾ അത് തുറന്നു കഴിയുന്ന സമയത്ത് പുഴു കാണുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കരടുകൾ തോന്നുകയോ അത് വായിലേക്ക് വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പം അത് എഫക്റ്റീവായിട്ട് അയാൾക്ക് അറിയാൻ കഴിയുക. അയാൾ ആ സാധനം എടുത്തൊരു വലിച്ചൊരു ഏറെറിയും. ആ എറിയുന്നതോടൊപ്പം അത്രയും വെറുപ്പ് പ്രകടിപ്പിക്കുക. പിന്നെ ആ സാധനത്തോട് അയാൾ അടുക്കില്ല. അപ്പൊ അത് പിന്നെ പഴത്തിന്റെ അന്ന് അങ്ങനെ ഒരു പഴം സംഭവിച്ചു. അത് കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സംഭവിച്ചു എങ്കിലും അത് എല്ലാ പഴത്തിനുള്ള കുഴപ്പമല്ല എന്ന് പറഞ്ഞ് നാം തന്നെ ആ ഒരു പഴം എടുത്ത് പതുക്കെ നാം കഴിക്കുക, അല്ലെങ്കിൽ അയാൾക്കത് തൊടാൻ ഇഷ്ടമായിരിക്കില്ല. അപ്പൊ നമ്മൾ 90% നമ്മുടെ 2 കൈകളിൽ പിന്നെ അമർത്തി വെച്ചിട്ട് ബാക്കി ഒരു ഭാഗത്തിൽ പതുക്കെ പതുക്കെ തൊടിച്ച് ഫുള്ളാക്കി കൊണ്ടുവരാനൊക്കെ പറ്റും. എന്നിട്ട് ആ കുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ ആ പഴം നമ്മൾ പതുക്കെ കഴിക്കുക. അപ്പൊ അയാൾക്ക് അച്ഛൻ കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ എന്നൊരു സെൻസ് കിട്ടുകയാണെങ്കിൽ പിന്നീട് അത് മാറും. ഒരടിക്ക് മാറില്ല. അതിനോടുള്ള ഭയം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയാനുള്ള ഒരു ശ്രമം നടത്തി അതിനെ നമ്മൾ എടുത്തു കളയുക. ആ ഭയത്തെ നമ്മൾ എടുത്തു കളയും. പ്രത്യേകിച്ച് ഈ അത് പാമ്പിനെ തീരെ കുട്ടികളെന്നല്ല, ചെറുപ്രായത്തിലാണ് അവനെ കുഞ്ഞിലെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെയാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് കാണും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ പാമ്പിനെ ഭയമുള്ള ആളുകളുണ്ട്. അപ്പൊ അതിനെ തെറപ്പിസ്റ്റ് ചെയ്യുന്നത് പുള്ളി തന്നെ പാമ്പിനെ പൂർണ്ണമായിട്ടും പിടിച്ച് കയ്യിൽ വെക്കും. തല ഇതിൽ വെക്കും, ജീവനില്ലാത്ത ടോയെ വെക്കും. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് പാട്ട് പാടിപ്പിക്കും. അങ്ങനെ പലതും ചെയ്യും. പതുക്കെ അതിനോടുള്ള വെറുപ്പ് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ് ആ പ്രാക്ടീസ് നമ്മൾ. ഇപ്പൊ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുമ്പം അതിനിടയ്ക്ക് ഒരു അനിഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് സർ. യെസ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഏതിനെയാണോ പുള്ളി എതിർക്കുന്നത് അതിനെ പതുക്കെ അതുമായിട്ട് അടുപ്പിച്ച് അതിനെ മാറ്റുക. അതിന് ചില സൂത്രവിദ്യകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒലനൻ സാറോ ജയൻ സാറോ ഒക്കെ അത് ചെയ്യുന്നതാണ്. മക്കൾ വരുമ്പോൾ വിളിക്കും കേട്ടോ. അവർ വരുന്ന സമയത്ത് മാറ്റി വരുമ്പോൾ ഒന്ന് വിളിക്കും. അപ്പം നമുക്ക് ചിന്തിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വിൻസെന്റ് സാർ പറയുന്നുണ്ട് എന്തെങ്കിലും? സാർ ആദ്യം അൺമ്യൂട്ട് ചെയ്ത്. വളരെ നല്ലൊരു അറിവായിരുന്നു സാറേ. അതായത് തന്നെ പറയട്ടെ. കാരണം ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം അധികം ആയിട്ടില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ മക്കളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി, ഓട്ടിസത്തെ പറ്റി കേട്ടിട്ടില്ല. പണ്ടും ഉണ്ടായിരിക്കാം, പക്ഷെ ആൾക്കാരും അത് നോട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കൊച്ചുങ്ങളെ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ പറഞ്ഞ അത് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കി കാണാം, എന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ വരുമ്പോൾ എനിക്ക് അറിവ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഓരോ ഘട്ടങ്ങളും ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് ഞാൻ നിരീക്ഷിക്കാറുണ്ട്. അവരെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ. നമ്മൾ പറയാറില്ലേ, പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വലിയൊരു എന്താ പറയുക, കായികാഭാസി, ഈ മർമ്മങ്ങളൊക്കെ അറിയുന്ന ഒരു ഗുരു. പുള്ളി ഒരു ചെറുക്കൻ ഓടിക്കുകയാണ്. ഇയാൾ ഓടിപ്പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. ആ പോലീസ് ഇൻസ്പെക്ടർ ചോദിച്ചു, താങ്കൾ വലിയ അഭ്യാസമല്ലേ, പിന്നെ എന്തിനാ താങ്കൾ ഇങ്ങനെ, ഗുരുക്കളൊക്കെ ആണല്ലോ, പിന്നെ താങ്കൾ എന്തിനാ ഓടി വന്നത്? അപ്പൊ പറഞ്ഞു, ആ പയ്യൻ എന്നെ വളരെ പ്രകോപിപ്പിച്ചു. പക്ഷെ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ കാണുന്ന മുഴുവൻ മർമ്മമാണ്. ഞാൻ അവന്റെ മർമ്മത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവനെന്തെങ്കിലും പറ്റും. അപ്പൊ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടണത്. കാരണം ഞാൻ കൈ പൊക്കി അവന്റെ കൈ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ അത് മർമ്മത്തായിരിക്കും കൊള്ളണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ അറിവ് കിട്ടുമ്പോൾ നമുക്ക് പേടിയാണ് എന്തെങ്കിലും ലക്ഷണം കാണുമ്പോൾ. ഇപ്പൊ ഈ യൂട്യൂബില് ഇപ്പൊ ഈ സമയത്തൊക്കെ ഒത്തിരി അസുഖങ്ങളെ കുറിച്ചുള്ള ലക്ഷണങ്ങളും അതിന്റെ പ്രതിവിധികളൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് തോന്നും, നമ്മളൊന്ന് ചുമച്ചു, അയ്യോ എന്താണ് ഈ ചുമ വന്നത്, നമുക്കൊന്ന് തലവേദന വന്നു, ഇതെന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ അവര് പറയും ഇത് ഇന്ന കാരണങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ വരണത്. അപ്പൊ നമുക്ക് തോന്നുന്നത് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നു.
അപ്പം ഈ കൊച്ചുങ്ങളെ സത്യം പറയണേ, ഞാൻ എൻ്റെ 3 കൊച്ചുങ്ങളെ എനിക്ക് 3 പേരെ കുട്ടികൾ ഗ്രാൻഡ് ചിൽഡ്രൻ. 3നും ഞാൻ ആദ്യത്തെ ആകുമ്പോൾ എനിക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ മുതലാണ് ഈ ഓട്ടിസൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് അവരെ എപ്പോഴും അവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഏറ്റവും ചെറിയ കൊച്ചിന് ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞ് 3 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 4 വയസ്സ് വരെ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പേടിയാണ് സാറേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടിസം. എനിക്ക് ഒരു ഉലകണ്ണൻ സാറ് ജോഷി സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് ഈ എന്താണ് ഫ്ലഡ് വരുമ്പോഴും ഡ്രോട്ട് വരുമ്പോഴും ഭൂകമ്പം വരുമ്പോഴൊക്കെ അവരെയൊക്കെ സഹായിക്കാനായിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ എന്താണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കൊച്ചുങ്ങളുണ്ടല്ലോ, നമ്മുടെ എൻഡോസൾഫാൻ ഇത് വന്ന സമയത്ത് നമുക്കറിയാം പല സമയത്തും പല ഇതായിട്ട് അവർ അപ്രോച്ച് ചെയ്തിട്ടും ഗവൺമെന്റ് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. അവരുടെ തെറ്റല്ല. പണ്ട് 2ാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാനിൽ ആ അണുബോംബ് വിട്ടപ്പോൾ എത്ര വർഷങ്ങളാണ് അതിൻ്റെ കെടുതികൾ അവിടെ ജനിച്ച കുട്ടികൾ അനുഭവിച്ചത് നമുക്കറിയാം. അപ്പൊ നമ്മളുടെ ഒരു തെറ്റില്ലാണ്ട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എങ്ങനെയാ അവർക്ക് ഈ അസുഖം വരുമ്പോൾ ഗവൺമെന്റിന്റെ വകയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൗരന്മാരെന്നുള്ള അല്ലെങ്കിൽ നമ്മൾ അതിനെന്താണ് നമ്മൾ സഹായം ചെയ്യേണ്ടത് നമുക്കറിയില്ല, നമ്മൾ ചെയ്യണില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ എനിക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. മറ്റുള്ളവർ വീട്ടിൽ വരുന്ന സമയത്ത് എന്ത് പറ്റാണ് ഒരു സിമ്പതി മാത്രം നമ്മൾ കാണിക്കുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും ഏകോപിച്ച് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ജോഷി സാറ് പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കണം. മുൻകൈ എടുത്തിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ ഈ ഫോറത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാണ്, ആ ഒരു ചിന്ത, ആ ഒരു ഇത് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ എല്ലാവരിലും എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. താങ്ക് യു സാറേ. എന്തായാലും സാറിനോട് വളരെ വളരെ നന്ദി. കാരണം എൻ്റെ മനസ്സിലുള്ള വളരെ കാര്യങ്ങളൊക്കെയാണ് സാറ് അത് ഇതാക്കി തന്നത്. താങ്ക് യു വെരി മച്ച്. ഇത് വളരെ നിസ്സാരമായെങ്കിലും പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഓരോ സ്റ്റേജുകളും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കറക്റ്റാണോ. ഇപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കി അറിയാം ഓരോ സ്റ്റേജുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇത്ര വാക്കുകൾ പറയണം, ഇത്ര വാക്കുകൾ തിരിച്ച് പറയണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് സത്യത്തിൽ നമ്മളൊക്കെ ആ സ്റ്റേജ് കഴിഞ്ഞു പോയി. പക്ഷേ നമ്മുടെ കൂടെയൊക്കെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു. ഗ്രാൻഡ് പാരൻസ് ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ സംസാരിക്കും അല്ലേ. അച്ഛനും അമ്മയും എന്നുള്ള തലത്തിൽ മക്കളെന്ന് മാത്രം പറയുമ്പോൾ സംസാരത്തിൻ്റെ കണ്ടന്റൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ചുറ്റുപാടുകളുണ്ടായിരുന്നു, അവിടെ സംസാരിച്ചു, ഇവിടെ സംസാരിച്ചു, വീട്ടിന് പുറത്തിറങ്ങിയാൽ അടുത്ത വീട്ടുകാർ സംസാരിക്കും. അങ്ങനെ എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റുകളിലും വില്ലകളിലും ഒക്കെ താമസിക്കുന്നതായതുകൊണ്ട് ഇപ്പം ഞാൻ പുതിയൊരു ഫ്ലാറ്റ് കേട്ടിട്ടുണ്ടോ, കോമൺ വോൾ ഇല്ലാത്ത ഫ്ലാറ്റ്. കോമൺ വോള് പോലും ഇല്ലാത്ത ഫ്ലാറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. 2 ഫ്ലാറ്റുകൾ തമ്മിൽ കോമൺ വോൾ ഇല്ലാത്ത 2 പേർക്ക് സെപ്പറേറ്റ് വോൾസ്. എന്നുവെച്ചാൽ ഒരു രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാകരുത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പുതിയ സംസ്കാരങ്ങൾ വരുമ്പോൾ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാവുന്നത് നമുക്കാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഗ്രാൻഡ് പാരൻസിന് തന്നെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ചുറ്റുപാടും കണ്ണോടിക്കുക, അവയർനെസ്സിൻ്റെ ഒരു കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മൊബൈൽ. അപ്പോൾ അവർ ചോദിക്കും എന്നാൽ പിന്നെ സാറ് കൊണ്ടുപോകുമോ ഇതിനെ, എന്നാ ചെയ്യും, എങ്ങനെ ഇതിനെ നോക്കും. കാരണം ഇതല്ലാതെ മാറി അച്ഛനും അമ്മയൊക്കെ പുറത്താണ്, അച്ഛനും അമ്മയൊക്കെ വിദേശത്താണ്, ഗ്രാൻഡ് പാരൻസ് ആണ് നോക്കുന്നത്. അവർ പറഞ്ഞാൽ നിൽക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാർ. പറയൂ. ഞങ്ങൾ ഒരു പ്രാവശ്യം ജില്ലാതലത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രരചന നടത്തി. ഇവരെത്ര നല്ല ചിത്രങ്ങളാണ് വരച്ചതെന്നോ, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികള്. പിന്നെ ഭാഗം നല്ല ബ്രെയിൻ ഏരിയ.
അത് ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന് പറയാതെ ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചെയ്യുന്നുണ്ട്. രീതിയിൽ അങ്ങനെ അത്ര എളുപ്പമല്ലാന്ന് മാത്രം. അതിന് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വെച്ചിട്ടുണ്ട്. അവര് സ്കൂളുകൾ വിസിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുട്ടികളെ കമ്പാരിറ്റീവ്ലി എണ്ണം കണ്ടെത്തണം. കുറവാണ് മാം, അതാണ് ഈ കുഴപ്പം. അപ്പൊ നമ്മള് അതാണ്. ഈ ഓട്ടിസം സെന്ററിൽ നിന്ന് വന്നു പോകുന്ന കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ സാധാ സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അവിടെ റെമഡിയേറ്ററോ അതൊന്നും സാധാ സ്കൂളുകളിൽ ഇല്ല ഇപ്പോൾ. അതൊക്കെ വേണം. ഇപ്പൊ ലൈബ്രറിയൻ വേണം, റെമഡിയേറ്റർ വേണം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും കൃത്യമായിട്ട് എക്യുപ്ഡ് അല്ല. അങ്ങനെ ടീച്ചേഴ്സിനൊന്നും അല്ലേ 10 പേരോടും അല്ലെങ്കിൽ 10 പ്രാവശ്യം ഒരു കാര്യം എഴുതണമെന്ന് ടീച്ചറിന് പറയാൻ പറ്റുമോ? അങ്ങനെ 10 പേരെ ടീച്ചർ 1-2 പ്രാവശ്യം പറയും, അതനുസരിച്ച് കുട്ടികൾ ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു ലെവലിലേക്ക് അത് എസ്കലേറ്റ് ചെയ്ത് പോകണം. അവിടെ അതിന് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വിടുന്നുണ്ട് സാർ. കുറവല്ലേ, പക്ഷെ അത് കുറവാണ്. അതാണ്. മാഡം ഇതാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കുട്ടികളെ നോക്കുന്ന സമയത്തെ ഗവൺമെന്റ് പല സ്ഥലത്തും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് വിശ്വാസം വരണില്ല. ഒരു സ്ഥലത്ത് പോയിട്ടൊരു കൊച്ചിനെ നമ്മൾ ആക്കിയിട്ട് വരാനായിട്ട് നമുക്ക് വിശ്വാസമില്ല ഇന്നത്തെ സമയത്ത്. പ്രത്യേകിച്ച് പെൺകുട്ടികളാവണ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ ഒരു സ്ഥാപനത്തിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ നമ്മൾ കൊണ്ട് കൊച്ചുങ്ങളെ, നമ്മുടെ ഈ ഓട്ടിസം ബാധിച്ച കൊച്ചുങ്ങളെ നമ്മൾ കൊണ്ട് ആക്കാനായിട്ട് നമുക്ക് വിശ്വാസം വരില്ല. ഇപ്പോൾ ഇന്നത്തെ സമയം അതാണ്. അപ്പൊ ആ സമയത്ത് ഈ നേരത്തെ ആരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ കാലശേഷം ഈ കൊച്ചിനെ ആര് നോക്കും? അതാണ് ഏറ്റവും വലിയ ഒരു വളരെ പെർട്ടനായിട്ട് ഒരു ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ അതിന് ശേഷം നമ്മുടെ ഈ കൊച്ചുങ്ങളെ ആര് നോക്കും? ആ ഒരു പാരൻസിന്റെ, നേരത്തെ സാബു സാർ പറഞ്ഞ പോലെ, ആ പാരൻസിന്റെ വശത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം വേദനാജനകമാണെന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കൊച്ചിനെ എൻ്റെ കാലശേഷം ആര് നോക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് വരുമ്പോൾ ഞാൻ എത്ര കാലം ജീവിക്കും? ഞാൻ ജീവിച്ച ശേഷം എൻ്റെ കൊച്ചു ജീവിക്കണം എന്നല്ല ഞാൻ വിചാരിക്കണേ. അപ്പൊ ആ സമയത്ത് അതിനുശേഷം ഈ കൊച്ചിന് എന്ത് സംഭവിക്കും? ആര് ഏറ്റെടുക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗവൺമെന്റ് മുന്നോട്ട് വരണം. മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള സ്പെഷ്യലി എന്താ പറഞ്ഞ ഡിഫറെന്റ്ലി ഏബിൾഡ് കൊച്ചുങ്ങളെ, അർത്ഥം ഈ ഓട്ടിസം അടക്കമുള്ള കൊച്ചുങ്ങളെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു. ഈ എന്താണ് ആ ഒരു ചാനലുണ്ട് ഏഷ്യാനെറ്റിൽ വരുന്ന, അതില് ഈ ഇങ്ങനത്തെ കൊച്ചുങ്ങൾ പാട്ട് പാടണൊക്കെ എന്ത് രസമായിട്ട് അവർ പാട്ട്, അവർക്ക് അതേ അറിയുള്ളൂ. അതിനു മുമ്പൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഈ കൊച്ച് എന്തെങ്കിലും ചെയ്യാൻ പോകണമെന്ന്. കാരണം അവർ കംപ്ലീറ്റ്ലി ഇതാണ്. പക്ഷെ ആ പാട്ട് പാടുന്ന സമയത്ത് ആ കൊച്ചുങ്ങൾ എത്ര നന്നായിട്ട് പാടും നൽകുന്നു. എനിവേ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനസ്സിൽ വിഷമമുണ്ട്. പക്ഷെ ഹൂ വിൽ ഡു ദാറ്റ്? ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറയില്ലേ, അതാണ് സത്യമായിട്ട് പറഞ്ഞത്. നമ്മളെല്ലാം സാറേ, ഇത് പറയുന്നത് ശരിക്കും ഇങ്ങനെ അധികം ഇങ്ങനെയുള്ള സാഹചര്യമുള്ള, ഇപ്പൊ എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്ക് 2 കുട്ടികൾ ഇതേപോലത്തെ ഒരവസ്ഥയിലാണ്. ആ കുട്ടി ഒരു സ്കൂൾ ആരംഭിച്ച് ഏകദേശം 10-60 കുട്ടികൾ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഏതെങ്കിലും സെർവ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല അവർക്കത്. പക്ഷേ പുള്ളിക്ക് അത് ചെയ്തേ പറ്റൂ. പുള്ളി അത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങൾ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചൂഷണങ്ങൾ, ഇപ്പം നേരത്തെ മാം പറഞ്ഞ പോലെ ഒത്തിരി ചൂഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ശരിക്കും മാതാപിതാക്കളോട് കൂടി അസോസിയേറ്റ് ചെയ്ത് വേണം ഈ തെറാപ്പികളെല്ലാം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് വേസ്റ്റാണ്. പക്ഷെ അതിന് പെർമിറ്റ് ചെയ്യാത്ത കുറേ തെറാപ്പി സെൻ്ററുകളുണ്ട്. കുട്ടികളെ മാത്രം ചെയ്യും, ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സാമ്പത്തികമായ ഭയങ്കര ഒരു ചാർജുകൾ ഉണ്ടാകും. അങ്ങനെ ഇതൊരു നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ ആ രോഗം മാറുമെന്ന് വിചാരിക്കും. ഇത് അങ്ങനെയല്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എത്രയും പെട്ടെന്ന് അറിയുന്നു അത്ര പെട്ടെന്ന് അതിൻ്റെ ക്യൂർ അല്ലെങ്കിൽ ക്യൂർ ആക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോകും. ബെറ്റർ ആകുന്നവരുണ്ട്, ഇഷ്ടംപോലെ പേര് മാറുന്നവരുണ്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഒരു വലിയ പ്രോബ്ലമാണിത്. അതാണ് ഓട്ടിസത്തെ കുറിച്ചൊക്കെ പറയണമെന്ന് എനിക്കങ്ങ് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം നമ്മുടെ തിരുക്കുറലുമായിട്ട്. See you and good night. Bye. See you.